ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. പറയുന്ന കാര്യം കേൾക്കുന്നുണ്ട്. ഉഷാറായിട്ട് കൈവശം കാണിച്ച്, എനർജറ്റിക് ആയിട്ട് കൈവശം കാണിച്ച്. ഓക്കേസ്, എല്ലാവരും നിവർന്നിരിക്കുക കേട്ടോ. എല്ലാവരും ഓക്കേസ് മക്കളെ, ഇപ്പം നമ്മുടെ ലാസ്റ്റ് എക്സാം എത്തിക്കഴിഞ്ഞു അല്ലേ? നാളെയാണ് നമ്മുടെ അക്കൗണ്ടൻസി എക്സാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ +2 അല്ലേ തീരുകയാണ്. ക്ലാസ്സുകൾ തീരുകയാണ്. ഇതൊക്കെ അറിയാലോ. യെസ്, ഇതിൽ ഇതുപോലെ രാവിലെയും അതുപോലെ വൈകുന്നേരം ഒന്ന് കുത്തിപ്പിടിച്ച് വിന്നേഴ്സിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയോ ക്ലാസ്സിൽ ഇരിക്കുകയോ വേണ്ട അല്ലേ? ഓ, അതാലോചിക്കും, എന്താ സന്തോഷമല്ലേ? ഓക്കെ. പക്ഷേ എന്നാലും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഇതുവരെ വന്ന കൊമേഴ്സ് ബാച്ചിൽ ഏറ്റവും ബെസ്റ്റ് ബാച്ച് ആയിരുന്നു ഇത് അല്ലേ സാറേ? നല്ല റിസൾട്ട് ആണെങ്കിലും അതുപോലെ തന്നെ ഡൗട്ട് ചോദിക്കാനാണെങ്കിലും എന്താണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബാച്ച് ആയിരുന്നു ഈ കൊമേഴ്സ്. എന്താണ് 9 to 12 എവിടെ ഉണ്ടായിരുന്നല്ലേ അർജുൻ? ഓക്കെ ഓക്കെ. 9 to 12. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾ ഫ്രണ്ട്സിനും എല്ലാവരോടും പറയാം കേട്ടോ. കൊമേഴ്സ് ഒക്കെ എടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും, കൊമേഴ്സ് മാത്രമല്ല 7th മുതലുള്ള ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ വിന്നേഴ്സിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ കൊമേഴ്സിലെ കുട്ടികളോട് നിർബന്ധമായിട്ടും വിന്നേഴ്സ് ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം പറയാം കേട്ടോ. ഓക്കെ, മറക്കരുത്. കസിൻസ് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവുമല്ലോ കൊമേഴ്സ് എടുക്കുന്നവർ, അപ്പോൾ അവരോട് പറയാം ജോയിൻ ചെയ്യാനായിട്ട് പറയാം. ഓക്കെ അഭിനന്ദേ. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് ഒരു കാര്യം പറയണം. നമുക്ക് 6 മാർക്കിന്റെയാണ് എസ് എ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 6 മാർക്കിന് ഉറപ്പായിട്ട് നമുക്ക് ഡിസൊല്യൂഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. മേ ബി ചിലപ്പോൾ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും മാത്രമായിരിക്കും ചോദിക്കുക. ചിലപ്പോൾ 3 ഉണ്ടാവും. 3 ഉണ്ടെങ്കിൽ തന്നെ അധികം ഐറ്റംസ് ഉണ്ടാവില്ല, കുറച്ച് ഐറ്റംസ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ 6 മാർക്കിന്റെ ഈ 3 വരയ്ക്കാൻ പറഞ്ഞു. ഏത്? റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് ബാങ്ക് അക്കൗണ്ട്. അങ്ങനെ വരയ്ക്കാൻ പറഞ്ഞാൽ 3ഉം വരയ്ക്കാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഐറ്റംസേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ ജേണൽ എൻട്രീസും റിയലൈസേഷൻ അക്കൗണ്ട് എഴുതാനായിരിക്കും. അങ്ങനെ വേണമെങ്കിൽ വരാം കേട്ടോ. റിയലൈസേഷൻ അക്കൗണ്ട് വരച്ചിട്ട് ജേണൽ എൻട്രി എഴുതാനായിട്ട് ഡിസൊല്യൂഷൻ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരാം. പിന്നെ വരാൻ ചാൻസ് ഉള്ളത് അഡ്മിഷനിൽ നിന്നാണ്. അഡ്മിഷനിൽ നിന്നോ റിട്ടയർമെന്റിൽ നിന്നോ ഡെറ്റിൽ നിന്നോ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനിയിപ്പോൾ അഡ്മിഷനിൽ നിന്നാണ് 6 മാർക്കിന് വരുന്നതെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും റിട്ടയർമെന്റ് ഓർ ഡെത്തിൽ നിന്ന് വല്ല ലോൺ അക്കൗണ്ട് വരയ്ക്കാനോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ട് വരയ്ക്കാനോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനോ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാനോ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ക്ലിയർ ആണെങ്കിൽ എഴുതി കാണിച്ച്. യെസ്, ഇങ്ങനെയായിരിക്കും 6 മാർക്കിന്റെ പാറ്റേൺ വരാനായിട്ടുള്ള ചാൻസ് കൂടുതൽ. എന്നിരുന്നാലും ഒരു 3 ക്വസ്റ്റ്യൻസിൽ 2 അറ്റംപ്റ്റ് ചെയ്യാനായിരിക്കും ഉണ്ടായിരിക്കും കേട്ടോ. 3 ക്വസ്റ്റ്യനിൽ 2 ചെയ്യാനായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന 2 ആദ്യം ചെയ്യാം. സമയം ഉണ്ടെങ്കിൽ മാത്രം 3ാമത്തെ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന ആദ്യം ചെയ്യണം. ഓക്കെ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. അതേപോലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് നിങ്ങൾ ലാസ്റ്റ് ആണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, AFS ആരോട് നിൽക്കട്ടെ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നിങ്ങൾ ഏറ്റവും അവസാനമാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും മിനിമം ഒരു 20 മിനിറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് വേണ്ടി നിർബന്ധമായിട്ട് മാറ്റി വെച്ചേ പറ്റൂ. അല്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് അത് എഴുതാൻ സമയം കിട്ടൂല. 20 മാർക്ക് കിട്ടിയില്ലെങ്കിൽ A+ കിട്ടൂല, അല്ലെങ്കിൽ A കിട്ടൂല എന്ന് അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നിർബന്ധമായിട്ടും എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, 20 മിനിറ്റ് നിർബന്ധമായിട്ട് അതിന് വേണം. ഓക്കെ അല്ലേ? 20 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി വന്നില്ലെങ്കിൽ ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടിങ്ങിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. യെസ്. ഇനി ആദ്യം ചെയ്യുന്നവരുണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആദ്യം ചെയ്യുന്ന ആളുകളുണ്ട്. ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കഴിച്ച് കാണിച്ച്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പാർട്ട് ബി ആദ്യം ചെയ്യുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ 20 മിനിറ്റിനുള്ളിൽ അത് തീർത്തിരിക്കണം. എന്നിട്ട് പാർട്ട്ണർഷിപ്പ് തുടങ്ങണം കേട്ടോ. അല്ലെങ്കിൽ അവിടെയും നോക്കി ആലോചിച്ചിരുന്നെങ്കിൽ പാർട്ട്ണർഷിപ്പ് ചെയ്യാൻ സമയം കിട്ടൂല. അതും ഒന്ന് ആദ്യമേ പറഞ്ഞേക്കാം. പിന്നെ AFS കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 40 മാർക്സിന് AFS ആണ്. അപ്പോൾ രണ്ടിനും ഈക്വൽ ടൈം നിങ്ങൾ എന്ത് ചെയ്യണം? ടൈം അലോക്കേറ്റ് ചെയ്യണം. എന്നിട്ടേ നിങ്ങൾ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. AFSൽ പറഞ്ഞു ഞാൻ, ഷെയർ അതുപോലെ തന്നെ ഡിബഞ്ചർ ഒരു എസ് എ ക്വസ്റ്റ്യൻ ഉറപ്പാണ്. റേഷ്യോ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് എസ് എ വരും കേട്ടോ. പിന്നെ കമ്പാരിറ്റീവ് കോമൺ സൈസ് 3 മാർക്കിനും 4 മാർക്കിനും ഉറപ്പായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് നോക്കിയിട്ട് പോകാം കേട്ടോ. പിന്നെ ക്യാഷ് ഫ്ലോയിൽ നിന്ന് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി അതൊക്കെ എസ് എ വരാറില്ല, ജസ്റ്റ് മറ്റേത്. പിന്നെ ലോൺ അക്കൗണ്ട് വരയ്ക്കാൻ വരും. ഓപ്പണിംഗിലെ ലോണും അങ്ങനെ തന്നിട്ട് ചിലപ്പോൾ ലോൺ അക്കൗണ്ട് അവിടെ വരയ്ക്കാൻ വരും കേട്ടോ. അതൊന്ന് ഡിബഞ്ചർ അക്കൗണ്ട് ഒക്കെ വരയ്ക്കാനായിട്ട് ചോദിക്കാം. അപ്പോൾ അത് നന്നായിട്ട് നോക്കാം കേട്ടോ. യെസ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളത്തെ എക്സാമിന് 5 മാർക്കിനോ 6 മാർക്കിനോ 4 മാർക്കിനോ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. സാറേ കാണിച്ചോളൂ. ഇതാണ് ക്വസ്റ്റ്യൻ. കാണുന്നുണ്ടോ? കുറച്ച് എനിക്ക് കാണാം, ചെറുതായിട്ട് കാണാം. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ കേശി കാണിച്ചേ. കാണുന്നുണ്ട്. ശബരി എ പാർട്ട്ണർ ഡൈഡ് ഓൺ 31st July 2023. ശബരിനാഥ് കയറിയിട്ടുണ്ടോ? ഒന്ന് ഇല്ല. ഓക്കെ, ശബരി എന്ത് ചെയ്യുന്നു മക്കളെ? ജൂലൈ 31, 2023 വേറെ ശബരിനാഥ് ഉണ്ടല്ലോ. ഓക്കെ, ശബരിനാഥേ ഓക്കെ മരിച്ചു. ജൂലൈ 31 മരിച്ചു ശബരിനാഥേ. പറവൂരിലെ ശബരിനാഥേ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ്. The balance sheet on 31st March 2023
ഷോസ് ഹിസ് ക്യാപിറ്റൽ ബാലൻസ് എമൗണ്ടഡ് ടു റുപ്പീസ് 1 lakh അല്ലേ. അതായത് ശബരി മരിച്ച സമയത്ത് അയാളുടെ, അതായത് ശബരി മരിച്ച സമയത്തല്ല, ഇവിടെ പറയുന്നത് 31 March 2023 അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ബാലൻസ് എത്രയുണ്ട്? 1 ലക്ഷം രൂപയുണ്ട്. ആസ് പെർ പാർട്ട്ണർഷിപ്പ് ഡീഡ് അനുസരിച്ച് ഹിസ് ലീഗൽ റെപ്രസെന്റേറ്റീവ് ആർ എൻടൈറ്റിൽ ടു ദ ഫോളോയിങ്. അദ്ദേഹത്തിന്റെ ലീഗൽ റെപ്രസെന്റേറ്റീവിന് താഴെ പറയുന്ന കാര്യങ്ങൾ കൊടുക്കണം. എന്തൊക്കെയാ? ഹിസ് ക്യാപിറ്റൽ ബാലൻസ് തിരിച്ചു കൊടുക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട് അറ്റ് 6% per annum. 1/4 share in profit up to the date of death on the basis of average profit for the past 3 years. കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റിന്റെ ശരാശരിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കൊടുക്കണം. ഇതിന് ജേണൽ എൻട്രി അറിയാമോ ആർക്കെങ്കിലും? മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കൊടുക്കുന്നതിന് ഒരു എൻട്രി ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇന്നലെ ഞാൻ പഠിപ്പിച്ചായിരുന്നു. ആർക്കെങ്കിലും അറിയാമോ എൻട്രി? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കൊടുക്കുമ്പോഴുള്ള ജേണൽ എൻട്രി ആര് പറയും? ശബരിനാഥ് തന്നെ പറയാന്ന് പറഞ്ഞിട്ട്. ശബരിനാഥയോ അവരത് പഠിച്ചിട്ടുണ്ടോ? പറയും. എന്താ എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ടു ശബരീസ് ക്യാപിറ്റൽ അക്കൗണ്ടോ അല്ലെങ്കിൽ ശബരീസ് ലീഗൽ റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞ് എഴുതാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച മക്കളെ, മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് എന്ന് പറഞ്ഞാണ് എഴുതേണ്ടത്. അത് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. അപ്പൊ എൻട്രിയിൽ അത് ഡെബിറ്റ് ആവും. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. പാർട്ട്ണർ ശബരി അല്ലേ, അപ്പൊ ശബരീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ ആണെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് കഴിച്ച് കാണിച്ച് നോക്കട്ടെ. യെസ്. ഇനി പ്രോഫിറ്റ്സ് ഫോർ ദ ലാസ്റ്റ് 3 years were 50,000, 60,000 and 70,000. നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ശബരീസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതാം കേട്ടോ, അല്ലെങ്കിൽ ശബരീസ് ലീഗൽ റെപ്രസെന്റേറ്റീവ് അക്കൗണ്ട് എന്നോ അങ്ങനെ എഴുതിയാൽ മതി. ശബരീസ് എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ഡിസീസ്ഡ് പാർട്ട്ണർ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇവിടെ ഡയറക്ട്ലി മക്കളെ ഈ പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അത് മാത്രം സെപ്പറേറ്റ് ചെയ്താൽ മതി. അക്കൗണ്ട് ഒന്നും വരക്കണം എന്നില്ല. ചോദിച്ച കാര്യം നിങ്ങൾ ചെയ്താൽ മതി. പക്ഷേ ഇയാളുടെ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവിന് എത്ര കൊടുക്കണം എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് കാണാൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അതിന് ഒരു എമൗണ്ട് കോളം വരയ്ക്കാം. എമൗണ്ട്, പർട്ടിക്കുലേഴ്സ്, ഇവിടെ പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ക്രെഡിറ്റ് സൈഡ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് അവിടെ ക്യാപിറ്റൽ എഴുതാം. എത്രയാണ് ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ ക്യാപിറ്റൽ എത്രയാന്ന് പറയുന്നത് 1 lakh എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലൻസ് ബ്രോ ഡൗൺ 1 lakh. ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ചേ. യെസ്. ഇനി നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അദ്ദേഹത്തിന് കൊടുക്കണം അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എവിടെയാണ് കാണിക്കുക? ഏത് സൈഡിലാണ് കാണിക്കുക? ക്രെഡിറ്റ് സൈഡിലാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുക? 1 lakh അല്ലേ. അപ്പോൾ 1 lakh ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറഞ്ഞേക്കണേ? 6%. അപ്പൊ 6/100 മാത്രം ചെയ്താൽ പോരാ. കാരണം 6% പെർ ആനം ആണ് അല്ലേ. ഒരു വർഷത്തേക്കാണ് 6%. ഇദ്ദേഹത്തിന് ശബരിക്ക് ഒരു വർഷത്തേക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ജൂലൈ 31 തട്ടിപ്പോയില്ലേ. അപ്പൊ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ആകെ 4 മാസമേ അദ്ദേഹം നമ്മുടെ ബിസിനസ്സിൽ ആ വർഷം ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഇൻറ്റു 4/12 ചെയ്യാ. ഓക്കെ ആണോ? സെറ്റ് ആണോ? സെറ്റ് അല്ലേ? യാറേ? യെസ്. അപ്പൊ എത്ര ആൻസർ കിട്ടുക? എത്ര കിട്ടുക? ഒരാളെ വിളിച്ച സാറേ. ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുമ്പോഴും മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കാണുമ്പോഴും മരിച്ച ഡേറ്റ് വരെ ഉള്ളതേ കാണാൻ പാടുള്ളൂ. അഭിനവ കാൽക്കുലേറ്റർ ഉണ്ടോടാ? 1 lakh ഇൻറ്റു 6/100 ഇൻറ്റു 4/12 ഉണ്ടോ കാൽക്കുലേറ്റർ? അതൊന്ന് ചെയ്യോടാ. 1 lakh ഇൻറ്റു 6/100 ഇൻറ്റു 4/12 എത്ര വരണം മോനെ? 2000. ഓക്കേടാ. അപ്പൊ 2000 ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റല്. അടുത്ത മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് എന്ന് പറഞ്ഞിട്ട് അത് എഴുതണം. എത്രയാണ് പ്രോഫിറ്റ് പറഞ്ഞേക്കണേ? ആവറേജ് പ്രോഫിറ്റിന്റെ ബേസിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആവറേജ് പ്രോഫിറ്റ് ഫോർ ദ പാസ്റ്റ് 3 years. കഴിഞ്ഞ 3 വർഷത്തെ ശരാശരി പ്രോഫിറ്റ്. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയൊക്കെയാ? 50,000 ഉണ്ട്, 50,000 പ്ലസ് 60,000 പ്ലസ് 70,000. 3 വർഷത്തെ ആയതുകൊണ്ട് ബൈ 3 ചെയ്യാം. അപ്പൊ നമുക്ക് അതിന്റെ ആവറേജ് കിട്ടും. എത്ര കിട്ടുന്നത് ആവറേജ്? സാറേ അതിരാ എത്ര കിട്ടാടാ? ആവറേജ് എത്ര കിട്ടാ? 50,000 പ്ലസ് 60,000 പ്ലസ് 70,000 ബൈ 3 എത്രയാടാ? 60,000. 60,000 ഇൻറ്റു എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ ഷെയർ കൊടുക്കണ്ടടാ. അദ്ദേഹത്തിന് ഷെയറുടെ റേഷ്യോ പറഞ്ഞിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യനിൽ റേഷ്യോ ഉണ്ടോ? ഉണ്ട്, കൊടുത്തിട്ടുണ്ട് അല്ലെ. 1/4 ഷെയർ ഇൻ പ്രോഫിറ്റ് അല്ലെ. അപ്പൊ ഇൻറ്റു
1/4 ഇൻറ്റു എന്ത് വേണം മരിച്ച ഡേറ്റ് വരെ. അപ്പൊ 4/12 എത്ര വരും? സോറി 6000. 5000 ആണോ? 5000 അല്ലേ? 4 4 കട്ട് ചെയ്തു 12 60 5 തവണ 5000 അല്ലേടാ? കാൽക്കുലേറ്റർ ഉണ്ടായിട്ട് തെറ്റിച്ചോളൂട്ടാ. എത്രയാ? 5 തന്നെയാണോ? 60,000 ഇൻറ്റു 1/4 ഇൻറ്റു 4/12 6000 തന്നെയാണോ? എടാ 60,000 അല്ലേ ഇവിടെ എഴുതിക്കണേ? 60,000 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 4 ഈക്വൽ ടു അടിച്ചിട്ട് ഡിവൈഡ് ബൈ 12 ചെയ്യും. ഓ ഭാഗ്യം. ഓക്കെ 5000. മക്കളെ ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച പ്രോഫിറ്റ് ആൻഡ് സസ്പെൻസ്. യെസ് സെറ്റ്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് സസ്പെൻസിന് വേറെ ഒന്നും കൊടുക്കാനില്ല അല്ലെ? ക്യാപിറ്റൽ കൊടുക്കാൻ പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് കഴിഞ്ഞു. ഇത് ബാലൻസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഇതല്ലാണ്ട് കാണാൻ പറഞ്ഞേക്കണേ. ഇവിടെ ഇത് രണ്ടും കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതായത് അയാളുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്, അയാളുടെ പ്രോഫിറ്റ് മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ് എത്ര. അപ്പൊ അത് മാത്രം ചെയ്താൽ മതി. ചോദിച്ചത് മാത്രം ചെയ്താൽ മതി മക്കൾ. അല്ലാണ്ട് നിങ്ങൾ വലിച്ച് നീട്ടി ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വരച്ചിരുന്നാൽ നിങ്ങൾക്ക് സമയം തികയില്ല. കറക്റ്റ് ടൈം മാനേജ്മെന്റ് അനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ റെഡി ആക്കിയിട്ടുണ്ടാവുക കേട്ടോ. നിങ്ങൾ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ കൊണ്ടൊക്കെ വരച്ച് കഷ്ടപ്പെട്ട് വായം പൊളിച്ചിരിക്കേണ്ടി വരും അവസാന ക്വസ്റ്റ്യനിലേക്ക് എത്താനായിട്ട്. സമയം കിട്ടൂല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആദ്യമേ പറഞ്ഞേക്കാം, ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക മക്കളെ. ഓരോ ലൈനും നന്നായി വായിച്ചിട്ട് എന്താണോ ചോദിച്ചത് അത് മാത്രം ചെയ്താൽ മതി. റീവാലുവേഷൻ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ചോദിച്ചെങ്കിൽ അത് രണ്ടും മതി. നിങ്ങൾ കഷ്ടപ്പെട്ട് ബാലൻസ് ഷീറ്റ് വരച്ചത് ടാലി ആവുന്നില്ല അയ്യോ എന്ന് പറഞ്ഞ് അറിഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. കാരണം അത് ചോദിച്ചിട്ടില്ലല്ലോ. അപ്പൊ രണ്ടെണ്ണം വരച്ചത് മാത്രം നിങ്ങൾ ചോദിച്ചത് മാത്രം ചെയ്താൽ മതി. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യണ്ട, എക്സ്ട്രാ സാധനങ്ങൾ വരച്ച് വെക്കണ്ട. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഈസി കാണിച്ചേ. സെറ്റ്. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. ഇത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്ത് കിട്ടുന്നതാണ് അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ട്, ശബരീസ് എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തു. എല്ലാവർക്കും സെറ്റ് അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? മാച്ചോട്ടെ. പരീജൻ ഓക്കെ അല്ലേ? ഐശ്വര്യ ഓക്കെ സെറ്റാണ്. കൃഷ്ണവേണിക്ക് ഓക്കെ ആണല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റിനോട്ട് പോവാന്നാ. മക്കളെ നമുക്കൊരു എസ് എ ക്വസ്റ്റ്യൻ ചെയ്താലോ? നമുക്ക് 6 മാർക്കിന് നാളെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എസ് എ ക്വസ്റ്റ്യൻ ചെയ്താലോ? യെസ്. The balance sheet of A, B and C as on 31st March 2024 is given below. 2024 മാർച്ച് 31-ാം തീയതിയിലെ ബാലൻസ് ഷീറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ലയബിലിറ്റി സൈഡിൽ സൺഡറി ക്രെഡിറ്റേഴ്സ് ഉണ്ട്, റിസർവ് ഉണ്ട് 15,000, ക്യാപിറ്റൽസ് എയുടെ 80,000, ബി 70,000, സി 80,000, ടോട്ടൽ ഈസ് 2,30,000. ഇൻ അസറ്റ് സൈഡ് ക്യാഷ് അറ്റ് ബാങ്ക് 7,000, സ്റ്റോക്ക് 40,000, സൺഡറി ഡെറ്റേഴ്സ് 18,000 18,000, മെഷീനറി 80,000, ബിൽഡിംഗ് 1,40,000, പേറ്റന്റ് 10,000, ടോട്ടൽ ഈസ് 2,95,000. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് ഓക്കെ അല്ലേ? ഒന്ന് ബ്രീഫായിട്ടൊക്കെ അനുഭവേ ഭയം പൊളിച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതിയെടുക്കാൻ നോക്ക്. ഞാൻ അനുഭവം വിളിച്ച അപ്പൊ അനുഭവം വേറെ ആരും നോക്കും. അപ്പുറത്ത് ആരോ ഇരിക്കുന്നുണ്ട് അനുഭവം വീക്ഷിച്ചുകൊണ്ട് അല്ലേ? അനുഭവേ ആരോ ഒബ്സർവ് ചെയ്തോണ്ടിരിപ്പുണ്ട് അവിടെ. കഴിഞ്ഞ മക്കളെ അഡ്ജസ്റ്റ്മെന്റിലോട്ട് പോവാം. അഡ്ജസ്റ്റ്മെന്റ് വായിച്ചു തരാം. നോക്കിക്കോളൂ. They were sharing profits and losses in the ratio of 2:1. B desired to retire from the firm ആണ് കേട്ടോ. അതായത് ബി എന്ന് പറയുന്ന പാർട്ണർ ഫേമിൽ നിന്ന് റിട്ടയർഡ് ആവാണ്. It was agreed that A and C would share the profit in the ratio 5:3. എയും സിയും എന്ത് ചെയ്യുന്നു? 5:3 റേഷ്യോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ ഗെയിനിങ് റേഷ്യോ നിർബന്ധമായിട്ടും കാണണം കേട്ടോ. ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഗെയിനിങ് റേഷ്യോ കാണണം. ഗുഡ് വിൽ തന്നിട്ടുണ്ട് 1,05,000. മെഷീനറി ടു ബി ടേക്കൺ അറ്റ് 75,000. ബിൽഡിംഗ് ഷുഡ് ബി വാല്യൂഡ് അറ്റ് 1,50,000. ദ വാല്യൂ സ്റ്റോക്ക് ഷുഡ് ബി 30,000. An amount of rupees 1,500 should be written off as bad debt. പ്രിപ്പയർ ഇവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ടെണ്ണം വരച്ചാൽ മതി കേട്ടോ. ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നില്ല, കാരണം ഇത്ര വലിയ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 6 മാർക്കിന് ചോദിക്കില്ല കേട്ടോ. ഇതിൽ രണ്ടെണ്ണം മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ ആദ്യം വരയ്ക്കാനായിട്ട് പോകുന്നത് സാർ ഒന്ന് പ്ലെയിൻ ആക്കി തരൂ. റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് പഠിക്കാതെ ആരും പോകരുത്. കാരണം നമുക്കറിയാം ഓൾമോസ്റ്റും ഇതിനകത്ത് റീവാലുവേഷൻ അക്കൗണ്ട് ആണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അഡ്മിഷൻ ആയിക്കോട്ടെ, റിട്ടയർമെന്റ് ആയിക്കോട്ടെ, ഡെത്ത് ആയിക്കോട്ടെ, അറിയാലോ.
തെറ്റാതിരിക്കാനായിട്ട് ഇവിടെ എഴുതി വെക്കുക. അസറ്റ് ഇൻക്രീസ്, ലയബിലിറ്റി ഡിക്രീസ്, അൺറെക്കോർഡ് അസറ്റ്. ഇവിടെയാണെങ്കിൽ അസറ്റ് കുറയുമ്പോൾ ഡെബിറ്റ് സൈഡ്, ലയബിലിറ്റി കൂടുമ്പോൾ ഡെബിറ്റ് സൈഡ്, അൺറെക്കോർഡ് ലയബിലിറ്റി. ഓക്കെ അല്ലേ? അറിഞ്ഞുകൂടെങ്കിൽ മക്കൾ ഇത് ആദ്യം എഴുതി വെച്ചിട്ട് പ്രോബ്ലം ദയവ് ചെയ്ത് ചെയ്യുക, അല്ലാതെ തെറ്റിക്കരുത് ഒരിക്കലും കേട്ടോ. ഇവിടെ അസറ്റ് കൂടുമ്പോൾ ക്രെഡിറ്റ്, ലയബിലിറ്റി കുറയുമ്പോൾ ക്രെഡിറ്റ്, അൺറെക്കോർഡ് അസറ്റ്. ഇവിടെ അസറ്റ് കുറയുമ്പോൾ ഡെബിറ്റ്, സോറി ഇത് ക്രെഡിറ്റ് ആയിരുന്നു. അസറ്റ് കുറയുമ്പോൾ ഡെബിറ്റ്, ലയബിലിറ്റി കൂടുമ്പോൾ ഡെബിറ്റ്, അൺറെക്കോർഡ് ലയബിലിറ്റി. ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ച് അസറ്റ്. ഓക്കെ, നമുക്ക് ഇനി അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകാം. സാർ അഡ്ജസ്റ്റ്മെന്റ് കാണിക്കൂ, ക്വസ്റ്റ്യൻ കാണിക്കാമോ? യെസ്. ഓക്കെ, ഇതിൽ ആദ്യം പറയുന്നുണ്ട് ഗുഡ് വില്ല് വേണ്ട, നമുക്ക് ന്യൂ റേഷ്യോ വേണ്ട. മെഷീനറി ടു ബി ടേക്കൺ അറ്റ് ₹75. അറ്റ് എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞു, അറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോ മെഷീനറിയുടെ വാല്യൂ 75,000 ആണ്. മുൻപ് എത്രയാണ് നോക്കി സാറേ, ബാലൻസ് ഷീറ്റ് കാണിക്കൂ. മെഷീനറി ഇപ്പോൾ 75,000 ആണ്. അപ്പൊ മുമ്പ് എത്രയായിരുന്നു? മെഷീനറി 80,000 ആയിരുന്നു അല്ലേ? ഇപ്പൊ 75,000 ആയി, ഒരു 5,000 കുറഞ്ഞു. അപ്പൊ അസറ്റ് അല്ലേ? അസറ്റ് കുറയുമ്പോൾ എവിടെ വരിക? ഡെബിറ്റ് സൈഡില് മെഷീനറി എത്ര? 5,000. അപ്പൊ അറ്റ് എന്ന് പറയുമ്പോഴും 2 എന്ന് പറയുമ്പോൾ ഡിഫറൻസ് എടുക്കണം. ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ച്, ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ച്, സെറ്റ് അല്ലേ? അറ്റ് എന്ന് പറയുമ്പോഴും 2 എന്ന് പറയുമ്പോഴും ബി എന്നൊക്കെ പറയുമ്പോഴും ഡിഫറൻസ് എടുക്കാം കേട്ടോ. അടുത്ത കാണിച്ചു തരാം, അടുത്ത അഡ്ജസ്റ്റ്മെന്റ്. അടുത്തത് മെഷീനറി കഴിഞ്ഞു. ബിൽഡിംഗ് ഷുഡ് ബി വാല്യൂഡ് അറ്റ് 1,50,000. ഇപ്പോൾ 1,50,000 ആണ് ബിൽഡിംഗ്. മുൻപ് എത്രയാ? ബാലൻസ് ഷീറ്റ് കാണിച്ച്. ബിൽഡിംഗ് ഇപ്പോൾ 1.5 ലക്ഷമാണ്. മുൻപ് ബിൽഡിംഗ് എത്രയാ? 1,40,000 ആയിരുന്നു അല്ലേ? അപ്പൊ ഒരു 10,000 കൂടി. ബിൽഡിംഗ് അസറ്റ് അല്ലേ? അസറ്റ് കൂടുമ്പോൾ എവിടെ വരാ? ക്രെഡിറ്റ് സൈഡില്. ബിൽഡിംഗ് എത്ര രൂപ? 10,000 രൂപ കൂടിയിട്ടുണ്ട്. ബിൽഡിംഗ് 10,000, 10,000. സെറ്റ് ആണെങ്കിൽ കൈവശം കാണിച്ചേ. യെസ്. അടുത്ത അഡ്ജസ്റ്റ്മെന്റ് കാണിച്ചേ. ദ വാല്യൂ സ്റ്റോക്ക് ഷുഡ് ബി ₹30,000. സ്റ്റോക്കിന്റെ വില ഇപ്പോൾ 30,000 രൂപയാണ്. മുൻപ് എത്രയായിരുന്നു സാറേ? ബാലൻസ് ഷീറ്റ് കാണിച്ചേ. സ്റ്റോക്കിന്റെ വില 30,000 ആയിരുന്നു, മുമ്പ് 40,000. ഇപ്പൊ 30,000, 10,000 കുറഞ്ഞു. അപ്പൊ അസറ്റ് കുറയുമ്പോൾ ഡെബിറ്റ് സൈഡിൽ സ്റ്റോക്ക് 10,000. അടുത്ത ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്. The amount of 1,500 should be written off as bad debt. ഈ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാലും പ്രൊവിഷൻ എന്ന് പറഞ്ഞാലും നമുക്ക് അറിയാലോ, ഏകദേശം സെയിം. ഡെറ്റർ പൈസ തരാതിരിക്കുമ്പോഴാണ് ബാഡ് ഡെപ്റ്റ് ഉണ്ടാവണേ അല്ലെ? ഡെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തരാനുള്ള ആളാണ് അല്ലെ? അദ്ദേഹം പൈസ തരാതിരിക്കുമ്പോഴാണ് കിട്ടാക്കടം ഉണ്ടാകുന്നത്. അപ്പൊ ഡെപ്റ്റർ തരാതിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഡെറ്ററിന്റെ വാല്യൂ കുറയാണ്. അങ്ങനെ വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു ലൈബിലിറ്റി ട്രീറ്റ് ചെയ്യാം. അപ്പൊ ഡെറ്ററിന്റെ വാല്യൂ കുറയാം. സാറേ ഇത് കാണിച്ച് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ നമുക്ക് ബാഡ് ഡെപ്റ്റ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ഒരു 1,000 രൂപ ബാഡ് ഡെപ്റ്റ് വന്നിട്ടുണ്ട്, സോറി 1,500 രൂപ ബാഡ് ഡെപ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഡെബിറ്റ് സൈഡിൽ ഇതാ ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ വന്നാൽ ഇവിടെ തന്നെയാണ് കേട്ടോ, 1,500. ഓക്കെ അല്ലേ? നമ്മളത് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ 15, 16,500 ഇവിടെയാണ് കൂടുതൽ വരുന്നത്. ഡെബിറ്റിലാണ് കേട്ടോ മക്കളെ കൂടുതൽ വരുന്നത്. 16,500. 16,500 നിന്ന് 10,000 കുറച്ചാൽ എത്ര വരും? 6,500. ക്രെഡിറ്റിലാണ് ബാലൻസ് വരുന്നെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ലോസ് എന്ന് പറയാം. ഇവിടെ ഏതൊക്കെ പാർട്ട്ണറാണ്? എയും ബിയും സിയും ആണ്. അപ്പൊ എക്കും ബിക്കും സിക്കും വീതിച്ചു കൊടുക്കണം. റേഷ്യോ 2:1. ഇത് ഓൾഡ് റേഷ്യോയിലാണ് വീതിക്കേണ്ടത് കേട്ടോ. ഈ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് എപ്പോഴും ഓൾഡ് റേഷ്യോയിൽ വേണം വീതിക്കാൻ. റിട്ടയർമെന്റ് ഡെത്ത് ആണെങ്കിൽ എല്ലാ പാർട്ട്ണറിനും കൊടുക്കണം. അഡ്മിഷൻ ആണെങ്കിൽ ഓൾഡ് പാർട്ട്ണറിന് മാത്രം കേട്ടോ. അപ്പൊ എക്കും ബിക്കും സിക്കും വീതിക്കണ്ടേ? അപ്പൊ 6,500 ഇൻറ്റു 2/5 എത്ര വരിക? 6,500 ഇൻറ്റു 2/5 ചെയ്യുമ്പോൾ 2,600 വരും. അപ്പൊ 2,600, 2,600, 1,300 കറക്റ്റ് ആണെങ്കിൽ കൈവശം കാണിച്ചേ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മുടെ പാർട്ട്ണർമാരുടെ പേര് ചെയ്താ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അതുപോലെ ഇവിടെ വീണ്ടും എ, ബി, സി. പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ആദ്യം നമുക്ക് ക്യാപിറ്റൽ ചെയ്ത് അവരുടെ ബാലൻസ് പ്രോഡ് തെറ്റിച്ച് കളയരുത് മക്കളെ. ഈ സ്റ്റെപ്പിനൊക്കെ മാർക്ക് കിട്ടും മക്കളെ. ഒന്നും അറിയില്ലെങ്കിലും അറിയാവുന്ന അത്രയെങ്കിലും ചെയ്ത് വെക്കുക കേട്ടോ. ആ സ്റ്റെപ്സിനെങ്കിലും മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അക്കൗണ്ടൻസി ഒരിക്കലും നിങ്ങൾ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് നമ്പറെങ്കിലും ഇട്ട് വെക്കുക. ചിലപ്പോൾ തെറ്റങ്ങനെ വന്നല്ല ക്വസ്റ്റ്യൻ ഫുൾ മാർക്ക് കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ അവസാനം നിങ്ങൾ ബെല്ലടിച്ചു അല്ലെങ്കിൽ ബെല്ലടിക്കാറായി എന്ന് കരുതാം. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷണൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, എല്ലാം ചെയ്തു പക്ഷെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, എന്നാലും വെറുതെ നമ്പർ ഇട്ട് വെക്കുക കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? യെസ്. സാറേ ഒന്ന് ബാലൻസ് ഷീറ്റ് കാണിക്കോ? യെസ്. നമുക്ക് അവിടെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് ക്യാപിറ്റൽ നോക്കാം. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ തന്നിട്ടുള്ളത് എത്രയാണ്? എമൗണ്ട് എയുടെ 80,000. അപ്പൊ എയുടെ കോളത്തിന് 80,000 എഴുതാം. ബി 70,000, ബി 70,000, സി 80,000. ഓക്കെ അല്ലേ? റിസർവ് ഉണ്ട് അല്ലേ? റിസർവ് ഉണ്ട്. 15,000 രൂപ റിസർവ് ഉണ്ട്. അപ്പൊ റിസർവ് വീതിക്കണം.
മറന്നു പോരുത്. ഇപ്പൊ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ പെറുക്കി എടുത്ത് എഴുതുമ്പോൾ റിസർവ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. റിസർവോ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടോ എന്ന് നോക്കണം. 15,000 ഇൻറ്റു അതും ഓൾഡ് റേഷ്യോയിലാണ് കൊടുക്കേണ്ടത്. 2/5 ചെയ്യുമ്പോൾ 6,000 6,000 3,000 അങ്ങനെ കിട്ടും കേട്ടോ. 6,000 6,000 3,000 സെറ്റ് ആണെങ്കിൽ വിഷയം കാണിച്ചു മക്കളെ. ക്ലിയർ ആണെങ്കിൽ വിഷയം കാണിച്ച് സാർ മാറ്റൂ ആൻസറാണ്. ഓക്കെ, നമുക്കിനി റീവാലുവേഷന്റെ ലോസ് അല്ലേ വന്നേക്കണേ. ലോസ് നമുക്ക് ക്രെഡിറ്റിലാണ് വന്നേക്കണേ അല്ലേ. അത് നമ്മൾ പെറുക്കിയെടുത്ത് എവിടെ എഴുതണം? ഡെബിറ്റിലാണ് എഴുതേണ്ടത്. റീവാലുവേഷൻ ലോസ് റീവാലുവേഷൻ ലോസ് എത്രയാ? 2,600 2,600 ആൻഡ് 1,300 സെറ്റ് ആണെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ചു മക്കളെ. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. യെസ്. ഇനി നമുക്ക് ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. ഈ ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഗെയിനിങ് റേഷ്യോ വർക്ക്ഔട്ട് ചെയ്യണം. ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ബി എന്ന് പറയുന്ന പാർട്ണറാണ് റിട്ടയർ ആയത്. അപ്പൊ എയും സി ആണ് ഇനി ഉള്ളത്. അപ്പൊ എന്റെ ഗെയിനിങ് റേഷ്യോ കാണണമെങ്കിൽ ഗെയിനിങ് റേഷ്യോ കാണുന്ന ഇക്വേഷൻ എന്താ? ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ന്യൂ റേഷ്യോയിൽ നിന്നും ഓൾഡ് റേഷ്യോ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഗെയിനിങ് റേഷ്യോ കിട്ടുക. ഡിഫറൻസ് ബിറ്റ്വീൻ സാക്രിഫൈസിങ് ആൻഡ് ഗെയിനിങ് റേഷ്യോ എല്ലാവർക്കും അറിയാലോ അല്ലെ. അറിയാലോ, പഠിച്ചില്ലേ ഇന്നലെ തന്നത് നോട്ട്സ് തിയറി ഫുള്ള്? യെസ്. അപ്പൊ ന്യൂ റേഷ്യോ എന്താ? 5/8 5/3 5/8 മൈനസ് 2/5. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താണ് കുറച്ചുകൂടി സിമ്പിൾ അല്ല. ന്യൂ റേഷ്യോ 5/8 2/5. അപ്പൊ 5 × 5 25 8 2 16 8 40 25 16 പോയി കഴിഞ്ഞാൽ 9/40. ഇതേപോലെ തന്നെ സിയുടെ വർക്ക്ഔട്ട് ചെയ്യുക. സിന്റെ 3/8 മൈനസ് സി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ആളല്ലേ. 1/5 I3 15 15 മൈനസ് 8/40. അപ്പോൾ 15 8 പോയാൽ 5 2 7 7/40. റേഷ്യോ ഈസ് 9:7 ആണ് നമ്മുടെ ഗെയിനിങ് റേഷ്യോ കിട്ടുക. ഈ 9:7 വേണം ഗുഡ് വില് കൊടുക്കാനായിട്ട്. അപ്പൊ ഗുഡ് വിൽ എത്രയാണ്? ഫേമിന്റെ ഗുഡ് വിൽ എത്രയാണ് സാറേ? ക്വസ്റ്റ്യൻ കാണിക്കുക. ഫേമിന്റെ ഗുഡ് വിൽ എത്രയാ നോക്കി. ഫേമിന്റെ ഗുഡ് വിൽ ഓൾറെഡി പറയുന്നുണ്ട് 1,05,000 ആണ് കേട്ടോ. 1,05,000 അഡ്ജസ്റ്റ്മെന്റിൽ 1,05,000 ആണ്. അപ്പൊ അതിൽ നിന്ന് ആരുടെ ഗുഡ് വിൽ കാണണം? ബിന്റെ ഗുഡ് വിൽ കാണണം. ബിസ് ഗുഡ് വിൽ. ബി അല്ലേ റിട്ടയർ ആവുന്നത്. ബിന്റെ ഗുഡ് വിൽ കാണണം. എങ്ങനെ കാണാം? 1,05,000 ഇൻറ്റു ബിന്റെ ഷെയർ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ആളല്ലേ. അപ്പൊ 2/5 ചെയ്യാം. 1,05,000 ഇൻറ്റു 2/5 ചെയ്യാം. 42,000 42,000. ഈ 42,000 ആണ് ബിക്ക് കൊടുത്തു വിടേണ്ട ഗുഡ് വിൽ. അത് ആരൊക്കെ കൊടുക്കണം? എയും സിയും കൂടി കൊടുക്കണം. അപ്പോൾ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. അതിന് എൻട്രി അറിയാലോ നിങ്ങൾക്ക്. എയും സിയും കൂടി ബിക്ക് കൊടുക്കുകയാണല്ലോ. അപ്പൊ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ എസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ എഴുതാ, സീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ എഴുതാ. അതിൽ ആർക്കാ കൊടുക്കണേ? ബിക്ക് അല്ല. അപ്പൊ ബിയുടെ കോളത്തിൽ എഴുതാം. അപ്പൊ ഈ 42,000 രൂപ ഈ ഗെയിനിങ് റേഷ്യോയിലെ 9:7 കൊടുക്കാം. അപ്പോൾ 9/16. അപ്പോൾ 23,625 23,625 ആണെങ്കിൽ കഴിച്ച് കാണിച്ച മക്കളെ. ആണ് ഇതിന്ന് മറ്റാളെ കാണുമ്പോൾ 18,375 ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. 18,375 ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. കറക്റ്റ് ആണോ നോക്ക് നിങ്ങൾ? കറക്റ്റ് അല്ലേ? അല്ലേ? യെസ്. എന്നാണ് തല മാന്തിക്കൊണ്ടിരിക്കണേ ഏത് കൃഷ്ണ? അപ്പൊ എയും സിയും കൂടി ബിക്ക് കൊടുക്കാണ്. എയും സിയും കൂടി ബിക്ക് കൊടുക്കാണ്. ഇവിടെ മാത്രം എഴുതിയാൽ പോരാ, ഇവിടെയും കൂടി എഴുതണം. ബീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ബി എന്ത് ചെയ്യണം? എന്റെ കോളത്തിൽ നിന്നും സിന്റെ കോളത്തിൽ എടുക്കണം അല്ലെ. എത്ര? 23,625 സിന്റെ കോളത്തിൽ നിന്ന് 18,375. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച എല്ലാവരും. ഇത് തന്നെയാണ് ഡെത്തിൽ കേട്ടോ. ഡെത്തിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ആൻസിറ്റ ലീലിയ ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? സംശയം ഉണ്ടോ? സ്ക്രീൻഷോട്ട് എടുത്ത് വേണമെങ്കിൽ കേട്ടോ. ഇത് ബാലൻസ് ചെയ്യാം. എന്തെങ്കിലും എഴുതാനുണ്ടോ? നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ലല്ലോ, എല്ലാം എഴുതിയിട്ടുണ്ട് അല്ലെ. റിസർവ് ചെയ്തിട്ട് അർജുനെ ഒന്നുമില്ലല്ലോ നീ എഴുതാനായിട്ട്. തെറ്റല്ലേ? യെസ്. ഈ ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം മക്കളെ. എന്താണ് ആഷിക്ക് ചോദിച്ചോ? ബാലൻസ് ഷീറ്റില് അസറ്റില് ഗുഡ് വിൽ ഉണ്ടെങ്കിലോ? ഇതാണോ ക്വസ്റ്റ്യൻ? ആണോ ആഷിക്ക്? അല്ല. കേക്കാം. വരുവാണെങ്കിൽ 2 വരല്ലൂടാ. അത് വന്നിട്ടുള്ളൂ. ഇതുവരെ അങ്ങനെ ഒരു എസ്സേ വന്നിട്ടില്ല. റിവാലുവേഷൻ വരച്ച് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ പറയാൻ പറ്റൂല, ചോദിക്കാം. ഗുഡ് വിൽ ഇങ്ങനെ തന്നെയാ. മറ്റാളെ കൊടുത്തു വിടാ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. വേണം 2 സൈഡിലും കാണിക്കും.
ബി ബിന്റെ ആണ്. അപ്പൊ അങ്ങനെ ബിന്റെ മാത്രം മരിച്ചുപോയ ആളുടെ ബിന്റെ മാത്രമാണ് അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞെങ്കിൽ എയും സിയും കൊടുക്കുന്നത് മാത്രം കാണിച്ചാൽ മതി, എടുക്കുന്നത് വേണ്ട. എക്സിക്യൂട്ടീവ്സ് ബാലൻസ് ചെയ്തു കേട്ടോ. ഇത് ബാലൻസ് ചെയ്യാം മക്കളെ. ബാലൻസ് ചെയ്യുമ്പോൾ ബിന്റെ മാത്രം ബീസ് ലോൺ എന്ന് പറഞ്ഞ് എഴുതണം, അറിയാലോ. ഇത് റിട്ടയർമെന്റ് ആണ്. അപ്പൊ റിട്ടയർമെന്റ് നമുക്ക് ഇവിടെ കിട്ടുന്ന ബാലൻസിങ് ഫിഗർ ലോൺ എന്ന് പറഞ്ഞ് എഴുതുക, ബാക്കി ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. എന്റെ സിന്റെ നമ്മൾ സാധാരണ ബാലൻസ് ചെയ്യുന്ന പോലെ, ഇവാനെ മനസ്സിലായില്ലടാ, ടോട്ടൽ ചെയ്തിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ എന്റെ സിന്റെ സാധാരണ ബാലൻസ് ചെയ്യുന്ന പോലെ റിട്ടയർഡ് ആയ ആളുടെ പുള്ളിയുടെ മാത്രം ലോൺ എന്ന് പറയുക. ഇനി ഒരു കാര്യം പറയട്ടെ, ചിലപ്പോൾ നിങ്ങളോട് ഇത് രണ്ടും പ്രിപ്പയർ ചെയ്തിട്ട് ലോൺ അക്കൗണ്ട് വരയ്ക്കാൻ പറയും. ഈ കിട്ടുന്ന എമൗണ്ട് വെച്ച് ലോൺ അക്കൗണ്ട് വരയ്ക്കാൻ പറയും. അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ട് ഇല്ലേ, മരിച്ച ആളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിട്ട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള എമൗണ്ട് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കൊടുക്കുന്ന പറഞ്ഞ ലോൺ അക്കൗണ്ട് വരയ്ക്കാം, അങ്ങനെയും ചോദിക്കാം. ഞാൻ പറഞ്ഞ കത്തിയാ ഒന്നിട്ട് പറയണ, ഒന്നിട്ട് പറയണേ വിഷയം കാണിക്കും. അതായത് നേരത്തെ നമ്മൾ എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ട് ചെയ്തില്ലേ, മരിച്ച ആളുടെ മാത്രം അക്കൗണ്ട് ചെയ്തില്ലേ, അതേപോലെ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ലീഗൽ ഹയേഴ്സിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അയാൾക്ക് എത്രയാണോ ബാലൻസ് കൊടുക്കാനുള്ളത് ആ പൈസ നമ്മൾ കണ്ടുപിടിക്കില്ലേ. അത് എക്സിക്യൂട്ടീവ്സ് ലീഗൽ ഹയേഴ്സ് പറഞ്ഞല്ലേ നമ്മൾ എഴുതാറ്, ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. അത് എന്ത് ചെയ്യാൻ പറയും, ചിലപ്പോ നിങ്ങളോട് 3 തവണകളായിട്ട് ലോൺ ആയിട്ടാണ് കൊടുക്കണേന്ന് പറയും, വിത്ത് ഇൻട്രസ്റ്റ് ഇത്ര ശതമാനം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ലോൺ അക്കൗണ്ട് വരയ്ക്കണം. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. ഇപ്പൊ ക്ലിയർ ആണെങ്കിൽ അങ്ങനെ വരാം കേട്ടോ, വന്നുകൂടായില്ല, അത്രയേ ഉള്ളൂ. അത്രയും അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അത് വന്നാൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാലോ, മനസ്സിലായല്ലോ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ. യെസ്, അങ്ങനെ ചെയ്ത് പഠിക്കുക, അത്രയേ ഉള്ളൂ. ലോൺ അക്കൗണ്ട് വരെ കാണിച്ചു തരാം. ഇതെല്ലാവർക്കും ക്ലിയർ ആയോ മക്കളെ? റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ക്ലിയർ ആണെങ്കിൽ എനർജറ്റിക് ആയിട്ട് കഴിച്ച് കാണിച്ച്. ഇനി ഇത് ഡെത്ത് ആണെങ്കിൽ ലോൺ എന്നല്ല വരിക, ബീസ് എക്സിക്യൂട്ടർ അല്ലെങ്കിൽ ലീഗൽ ഹയേഴ്സ്. ഓക്കെ ആണോ? മരിച്ച ആളുടെ മാത്രം ബാലൻസിങ് ഫിഗർ നമ്മൾ എന്ന് പറയുന്നത് ബിന്റെ എക്സിക്യൂട്ടർ എന്നോ അല്ലെങ്കിൽ ബീസ് ലീഗൽ ഹയേഴ്സ് എന്ന് എഴുതാം, വേറെ ഒന്നുമില്ല എഴുതാനായിട്ട്. പക്ഷേ ഡെത്ത് ആണെങ്കിൽ ഇതിനകത്ത് ഒരു സാധനം കൂടി എക്സ്ട്രാ മേ ബി വരാൻ ചാൻസ് ഉണ്ട്. ഏതാ? മരിച്ച ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റിൽ എഴുതണം. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. യെസ്, എല്ലാവർക്കും ഓക്കെ. അപ്പോൾ ഒരുവിധം സെറ്റ് ആണല്ലോ, ഇത് എസ് എ ക്വസ്റ്റ്യൻ സെറ്റ് ആണല്ലോ. ഇനി അഡ്മിഷൻ ആണെങ്കിലും ഈ റീവാലുവേഷൻ സെയിം തന്നെയാണ് മക്കളെ. റീവാലുവേഷൻ എപ്പോഴും സെയിം ആണ്. റിയലൈസേഷനും റീവാലുവേഷൻ മിക്സ് ആക്കി പഠിച്ചു വെക്കരുത്. ഓക്കെ, ഇത് റീവാലുവേഷൻ, റീവാല്യൂ എന്ന് പറഞ്ഞാൽ റിവൈസ്ഡ് വാല്യൂ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്. ഇനി നിങ്ങളൊരു കാര്യം പറയട്ടെ, ഞാൻ ഇങ്ങനെ തന്നു, ഇത് കഴിഞ്ഞില്ലേ, മാച്ചോട്ടെ, ഇത് കോപ്പി ചെയ്യുന്ന ആരും ഇല്ലല്ലോ, വായിക്കട്ടെ. സ്കെയില് പെൻസിലൊക്കെ കൊണ്ടുപോകാം മക്കളെ, നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് പ്രസന്റ് ചെയ്യുക. കഴിഞ്ഞില്ലേ നിങ്ങളുടെ അക്കൗണ്ടൻസി? അപ്പോൾ ഇതെങ്കിലും നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. സ്കെയില് പെൻസില് എല്ലാം കൊണ്ടുപോവുക, തന്ന പോലെ നല്ല ഭംഗിയായിട്ട് അക്കൗണ്ടിങ് ആർട്ട് എന്ന് പറയിപ്പിക്കുക പേപ്പർ നോക്കുന്ന ടീച്ചറെ കൊണ്ട് കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക, അടിപൊളിയായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തരാം കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ടേബിൾ പോലെ തന്നിട്ട് ബുക്ക് വാല്യൂ, റിവൈസ്ഡ് വാല്യൂ എന്ന് പറഞ്ഞ് തരാം. എന്നിട്ട് റിവാലുവേഷൻ കൊണ്ട് വരയ്ക്കാൻ പറയാം. അതറിയാമോ നിങ്ങൾക്ക്? അറിയാമോ? അറിയാമെങ്കിൽ കൈവീസ്, അല്ലെങ്കിൽ ഞാൻ വരച്ച് കാണിച്ചു തരാം. അറിഞ്ഞൂടാ? ആർക്കും അറിയില്ല. അതായത് ഇങ്ങനെ കാണിച്ചു, ബുക്ക് വാല്യൂ, റിവൈസ്ഡ് വാല്യൂ, എന്നിട്ട് മെഷീനറി, ഫർണിച്ചർ, ക്രെഡിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് തന്നു. ബുക്ക് വാല്യൂ ഒരു 50,000 ആയിരുന്നു, ഇപ്പോൾ 60,000 എന്ന് പറയുന്നു. ഫർണിച്ചർ ഒരു 40,000 ആയിരുന്നു, 30,000. ക്രെഡിറ്റേഴ്സ് ഒരു 10,000 ആയിരുന്നു, 5,000 ആയി കേട്ടോ. അങ്ങനെ പുതിയൊരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ പ്രൊവിഷൻ ബുക്കിലില്ല, പക്ഷെ റിവൈസ്ഡ് വാല്യൂ ഉണ്ട്, ഒരു 1,000 രൂപ കേട്ടോ. അങ്ങനെയൊക്കെ വരാം.
വേറെ അസറ്റ് വന്ന അൺറെക്കോർഡ് അസറ്റ്, ഇവിടെ ഇല്ലാതെ ഇവിടെ വന്ന അൺറെക്കോർഡ് അസറ്റ്. അപ്പൊ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ റിവാലുവേഷൻ, ഇത് റിവൈസ് എന്നല്ലേ പറഞ്ഞേക്കണേ. റിവൈസ് എന്ന് പറഞ്ഞാൽ റിവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കേണ്ടത്. റിയലൈസ്ഡ് വാല്യൂ എന്ന് പറയണമെങ്കിലോ, റിയലൈസ്ഡ് വാല്യൂ എന്ന് പറയണമെങ്കിലോ റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കേണ്ടത്. മനസ്സിലായി? കഴിച്ച് കാണിച്ച്, കഴിച്ച് കാണിച്ച്. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച മക്കൾ എനർജറ്റിക് കഴിച്ച്. ഇപ്പൊ റിവൈസ്ഡ് എന്ന് പറഞ്ഞാൽ അത് റിവൈസ് ചെയ്ത വാല്യൂ. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് നിങ്ങൾ വരയ്ക്കുക. റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാൻ അറിയാലോ? ഒന്നുമില്ല, ബുക്ക് വാല്യൂ നമുക്ക് തന്നെ. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിലെ വാല്യൂ ആണ് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ബാലൻസ് ഷീറ്റിലെ വാല്യൂ ആണ് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് 50,000 60,000 ആയി. അപ്പൊ എത്ര രൂപ കൂടി? 10,000 രൂപ കൂടി. അപ്പൊ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? 60,000 കാണിക്കുക. സോറി 10,000 കാണിക്കുക. കൂടിയില്ലേ 10,000 രൂപ? 50 എന്നുള്ളത് 60 ആയി അല്ലേ? അപ്പൊ മെഷീനറി ഇവിടെ കാണിച്ചു. ഇനി ഫർണിച്ചർ 40 ആയിരുന്നു, 30 ആയി. അപ്പൊ ഫർണിച്ചർ വാല്യൂ കുറഞ്ഞ, അസറ്റ് കുറയുമ്പോൾ ഡെബിറ്റിലല്ലേ? അപ്പൊ ഫർണിച്ചർ 10,000. ക്രെഡിറ്റർ 10,000 ആയിരുന്നു, 5,000 ആയി. അപ്പൊ ലയബിലിറ്റി കുറഞ്ഞു. ലയബിലിറ്റി കുറയുമ്പോൾ ക്രെഡിറ്റ് സൈഡില് ക്രെഡിറ്റേഴ്സ് 5,000. അൺറെക്കോർഡ് ലയബിലിറ്റി പ്രൊവിഷൻ 1000. സെറ്റ് ആണെങ്കിൽ കൈവിശ്യം കാണിച്ചേ, സെറ്റ് ആണെങ്കിൽ കൈവിശ്യം കാണിച്ചേ. യെസ്. ഇനി റിവൈസ്ഡിന് പകരം റിയലൈസ്ഡ് ആണെങ്കിൽ, റിയലൈസ്ഡ് എന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ 50,000 രൂപയാണ് നമ്മൾ അസറ്റ് പെറുക്കി എഴുതേണ്ടത്. ഈ സൈഡിലെല്ലാം പെറുക്കി ഡെബിറ്റിൽ എഴുതുക അസറ്റുകൾ. ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറയുക 60,000. ഓക്കെ അല്ലേ? റിയലൈസ് ചെയ്ത വാല്യൂ അല്ലേ, വിറ്റ വാല്യൂ അല്ലേ? ഓക്കെ ആണെങ്കിൽ കൈവിശ്യം കാണിച്ചേ. ഇനി ഒരു ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, പണ്ടൊക്കെ വന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണേ. അത് ഞാൻ ലാസ്റ്റ് പറയും കേട്ടോ, ലാസ്റ്റ് പറയുള്ളത്. ഞാൻ ലാസ്റ്റ് വരെ ഇരിക്കുന്നവർക്ക് ആ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തരുള്ളൂ. യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേ. ക്വസ്റ്റ്യൻ കാണിച്ചു സാറേ. യെസ് മക്കളെ, ഇത് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് എന്തായാലും വരാൻ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഏത് വേണമെങ്കിലും വരാം. അപ്പൊ ഞാൻ രണ്ടെണ്ണം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത്. ഇതിൽ നിന്ന് രണ്ടെണ്ണത്തിനാണ് വരാൻ കൂടുതൽ ചാൻസ്. ഓക്കെ. അപ്പൊ ഒന്നാമത് എന്താ? എ പാർട്ട്ണർ വിഡ്രോ എ സം ഓഫ് ₹1,000 പെർ മന്ത് റെഗുലർലി. ഒരു പാർട്ട്ണർ എന്ത് ചെയ്യാണ്? എല്ലാ മാസവും 1,000 രൂപ വെച്ച് വിഡ്രോ ചെയ്യാണ്. റെഗുലർലി എന്ന് പറയുന്നുണ്ട് അല്ലേ? കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് 12% പെർ ആനം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്ര ശതമാനം? 12% വർക്ക്ഔട്ട് ചെയ്യാൻ പറഞ്ഞേക്കണേ. ഇഫ് ഹി വിഡ്രോ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ മന്ത്, മിഡിൽ ഓഫ് ദ മന്ത്, എൻഡ് ഓഫ് ദ മന്ത്. നമുക്ക് ആദ്യം ബിഗിനിങ് ചെയ്യാം. അപ്പൊ ബിഗിനിങ് ചെയ്യുകയാണെങ്കിലും മിഡിൽ ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് ആരും മറന്നു പോകരുത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? 1000 രൂപ റെഗുലർലി വിഡ്രോ ചെയ്യുന്നില്ലേ? അപ്പൊ ആദ്യം 1000 × 12 ആദ്യം ചെയ്ത് വെക്കുക. അപ്പൊ 12,000. സെറ്റ് ആണെങ്കിൽ കൈവിശ്യം കാണിച്ചു. സെറ്റ് ആണെങ്കിൽ കൈവിശ്യം കാണിച്ച്. യെസ്. ഇത് ക്വാർട്ടർ ആയിരുന്നെങ്കിൽ, പെർ ക്വാർട്ടർ ആയിരുന്നെങ്കിൽ × 4 ആണ് ചെയ്യേണ്ടത് കേട്ടോ. ഒരു വർഷത്തേക്കാണ് × 4 ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ബിഗിനിങ് ചെയ്യാനായിട്ട് ഈ 12,000 കിട്ടിയ 12,000 ഇൻറ്റു എത്ര ശതമാനം ഇൻട്രസ്റ്റ്? 12% അല്ലേ? 12/100 ഇൻറ്റു ബിഗിനിങ് ആണെങ്കിൽ 6 മാസത്തേക്കല്ലേ? അപ്പൊ 6/12. മിഡിൽ ആണെങ്കിലോ 12,000 ഇൻറ്റു 12/100 ഇൻറ്റു 6/12. ഇനി എന്താണെങ്കിലോ 12,000 ഇൻറ്റു 12/100 ഇൻറ്റു 5/12. സെറ്റ് ആണെങ്കിൽ കൈവിശ്യം കാണിച്ച്. എല്ലാവരും ക്ലിയർ ആണെങ്കിൽ കൈവിശ്യം കാണിച്ച്. ഇത് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു 95% ചാൻസ് ഉണ്ട് ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വരാനായിട്ട്. അപ്പൊ ആദ്യം നിങ്ങൾ പെർ മന്ത് ആണെങ്കിൽ × 12 ചെയ്യുക. അല്ലാതെ ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യനിൽ തരുന്നെങ്കിൽ, ടോട്ടൽ ഡ്രോയിങ്സ് ഓഫ് ദ ഫേം അല്ലെങ്കിൽ ടോട്ടൽ ഡ്രോയിങ്സ് ഓഫ് ദ പാർട്ണർ എന്ന് പറഞ്ഞാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും × 12 ചെയ്യരുത്. ഓക്കെ ആണോ? സെറ്റാണെങ്കിൽ കൈവിശ്യം കാണിച്ച്. ടോട്ടൽ ഡ്രോയിങ്സ് ഓഫ് ദ പാർട്ണർ എന്നോ അല്ലെങ്കിൽ മൊത്തം ഡ്രോയിങ്സ് ആണ് ക്വസ്റ്റ്യനിൽ തരുന്നെങ്കിൽ പിന്നെ × 12 ചെയ്യരുത്. പെർ മന്ത് എന്ന് പറഞ്ഞാൽ റെഗുലർലി ഇത്ര വിഡ്രോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മാത്രമേ ആദ്യം × 12 ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാൻ പാടുള്ളൂ. സെറ്റ് ആണോ? സെറ്റ് ആണെങ്കിൽ കൈവിശ്യം കാണിച്ച എല്ലാവരും. അൽജോനെ ക്ലിയർ ആയോടാ? അൽജോ ഇതൊരെണ്ണം പഠിച്ചോ, ഉറപ്പായിട്ടും വരും കേട്ടോ. അൽജോനെ മക്കളെ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവിശ്യം കാണിച്ച്. ഹന, ഫാത്തിമ, യദുകൃഷ്ണ ഓക്കെ ആണോടാ? യദുകൃഷ്ണ KM സെറ്റ്. ഓക്കെ. അപ്പൊ ഇതൊരെണ്ണം പഠിച്ചു വയ്ക്കുക. ഇനിയിപ്പോ ക്വാർട്ടർ ആണെങ്കിൽ × 4 ചെയ്തിട്ട് ബിഗിനിങ് ഓഫ് ദ ക്വാർട്ടർ ആണെങ്കിൽ എത്ര മാസമൊക്കെയാ? 7.5 മാസം. മിഡിൽ ഓഫ് ക്വാർട്ടർ ആണെങ്കിൽ 6 മാസം. എൻഡ് ഓഫ് ക്വാർട്ടർ ആണെങ്കിൽ 4.5 മാസം. മറന്നു പോരുത് കേട്ടോ. എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. എവിടെയെങ്കിലും നോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുപോകാന്നല്ല ഉദ്ദേശിച്ചത്, പഠിച്ചിട്ട് പോവാ കേട്ടോ. അതുകൊണ്ട് ആരും ഹോൾ ടിക്കറ്റിൽ നീതി പോരുത് കേട്ടോ. 7.5 മാസം എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ഓഫ് ദ ക്വാർട്ടർ ആണ്. 6 മാസം എന്ന് പറഞ്ഞാൽ മിഡിൽ ഓഫ് ദ ക്വാർട്ടർ. 4.5 മാസം എൻഡ് ഓഫ് ദ ക്വാർട്ടർ. ഓക്കെ ആണെങ്കിൽ കൈവിശ്യം കാണിച്ച്. ആൻസൺ ഓക്കെ അല്ലേ? ഓക്കെ സെറ്റ്. അപ്പൊ അത് കഴിഞ്ഞു.
ഇനി ഡേറ്റ് ഓഫ് വിഡ്രോവൽ തരാതെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാൻ പറയും. ഡേറ്റ് ഓഫ് വിഡ്രോവൽ ബിഗിനിങ് നോ മിഡിൽ നോ എൻഡ് ഒന്നും പറയില്ല. മോഹൻ എ പാർട്ട്ണർ വിഡ്രോസ് ₹1000. മനസ്സിലായ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് 12%. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾ? 1000 ഇൻറ്റു 12/100 ഇൻറ്റു 6/12 ചെയ്യാൻ മറന്നു പോരുത്. ഡേറ്റ് ഓഫ് വിഡ്രോവൽ ഇല്ലെങ്കിൽ, വിഡ്രോ ചെയ്ത ഡേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ മക്കളെ നിർബന്ധമായിട്ടും 6/12 ചെയ്യണം. സെറ്റാണെങ്കിൽ കൈവശം കാണിച്ച് അങ്ങനത്തെ ക്വസ്റ്റ്യനും വരാം. ഓക്കെ അല്ലേ? ഇനി ഇത് വന്നില്ലെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിൽ പിന്നെ കൂടുതൽ വരാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതാണ്? താരെ കാണിച്ചോ. പ്രൊഡക്റ്റ് മെത്തേഡ്. ഇത് കേട്ടോ, ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നോക്കാം മക്കളെ. അപ്പൊ ആദ്യം നമ്മൾ ഡേറ്റ് ചെയ്ത ഡേറ്റ്, എമൗണ്ട്, പീരീഡ്, പ്രൊഡക്റ്റ്. അപ്പൊ ആദ്യം ഡേറ്റ് April 1 April 1. അപ്പൊ ക്ലോസിംഗ് ഡേറ്റ് 31 March ആണ്. തന്നിട്ടില്ലേ അല്ലേ? കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് 10% എഴുതിക്കോട്ടോ ക്വസ്റ്റ്യനിൽ. 10%. ഓക്കെ, അവിടെ നോക്കാം. April 1 ₹1000 ചിലപ്പോൾ 1000 എഴുതുക. പീരീഡ് കൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് March 31 അല്ലേ? അപ്പൊ ഏപ്രിൽ തൊട്ട് ഈ മാസം എത്രയാണോ വരുന്നത് അന്ന് തൊട്ട് മാർച്ച് വരെ കൗണ്ട് ചെയ്യണം. അപ്പൊ ഏപ്രിൽ നോക്കേണ്ട കാര്യമില്ല. ഏപ്രിൽ തൊട്ട് മാർച്ച് വരെ 12 മാസം ഉണ്ട്. 12 മാസം എഴുതാം. അടുത്തതോ May 1. May 1 ₹1000. അപ്പൊ മെയ് എന്ന് പറയുമ്പോൾ ഏപ്രിൽ കഴിഞ്ഞ് May 1 അപ്പൊ 11 മാസം. അടുത്ത June 30. മക്കളെ June 30 ആണേ. അപ്പൊ ജൂൺ കൂട്ടരുത്. ജൂൺ ഡേറ്റ് അവസാന ദിവസമല്ലേ അൽജോനെ? അപ്പൊ ജൂൺ കൂട്ടാതെ അടുത്ത മാസത്തോട്ട് കൂട്ടണം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. 9 മാസം. എത്ര എമൗണ്ട്? 1500. അടുത്ത November 1. November 1 എന്ന് പറയുമ്പോൾ നവംബർ കൂട്ടണം അല്ലേ? നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. 5 മാസം. അടുത്ത മാർച്ച് 31. അപ്പൊ മാർച്ച് 31, സോറി ഇവിടെ എമൗണ്ട് ആണ് എഴുതുന്നത്. 5000. ഇവിടെ 500. മാർച്ച് 31 അല്ലേ? അപ്പൊ 0 മന്ത്. 0 അല്ലേ? മാർച്ച് 30 അവസാനിക്കില്ലേ? 0. ഓക്കെ, ഇനി ഇൻറ്റു ചെയ്യണം. ഇനി ഈ എമൗണ്ടിനെ ഈ പീരീഡ് വെച്ച് ഇൻറ്റു ചെയ്യാം. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും കേട്ടോ. പ്രൊഡക്റ്റ് കിട്ടും. അപ്പൊ ആദ്യം 1000 × 12 12000 ആണെങ്കിൽ കൈവശം കാണിച്ചേ. 11 × 1000 11,000. 9 × 1500 എത്ര വരണം? 9 × 1500 13,500. 5 × 1000 5000. 500 × 0 0. മക്കളെ 500 × 0 കാൽക്കുലേറ്റർ ദയവ് ചെയ്ത് ചെയ്യണം കേട്ടോ. നിങ്ങൾ 500 × 0 500 എഴുതി വെക്കുന്ന ആളുകളുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. 500 × 0 0 ആണ്. ഏതൊരു നമ്പറിനെ 0 വെച്ച് ഇൻറ്റു ചെയ്താൽ 0 ആണ്. ഓക്കെ ആണെങ്കിൽ അത് കൈവശം കാണിച്ചേ. ഇനി ടോട്ടൽ ഓഫ് പ്രൊഡക്റ്റ് കാണാം. ടോട്ടൽ ഓഫ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. നമുക്ക് കൂട്ടി നോക്കാം. ആണെങ്കിൽ കൈവശം കാണിച്ചേ. ടോട്ടൽ ഓഫ് പ്രൊഡക്റ്റ് 41,500 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാം. സിമ്പിൾ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെ കാണാം? കിട്ടിയ 41,500 ഇൻറ്റു എത്ര ശതമാനം ഇൻട്രസ്റ്റ്? 10% അല്ലേ? 10/100 ഇൻറ്റു 1/12 ചെയ്യണം. നിർബന്ധമായിട്ടും ഏതൊരു പ്രോബ്ലത്തിലും 1/12 ചെയ്യണം. ഈ മെത്തേഡിൽ അങ്ങനെ ചെയ്യണം നിർബന്ധമായിട്ട് കേട്ടോ. ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ചേ. ഈ മെത്തേഡിൽ പല ഡിഫറെന്റ് ഇന്റർവെൽസിൽ വിഡ്രോ ചെയ്യുന്ന ക്വസ്റ്റ്യൻ വന്നാൽ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാൽ നിങ്ങൾ ടോട്ടൽ പ്രൊഡക്റ്റിന്റെ ടോട്ടൽ എടുത്തിട്ട് എന്ത് ചെയ്യണം? എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണോ അതേ ബൈ 100 ഇൻറ്റു 1/12 ചെയ്യാൻ മറന്നു പോകരുത്. സെറ്റ് ആണോ? കൈവശം കാണിച്ച എല്ലാവരും? എല്ലാവർക്കും ഓക്കെയാണ്. യദുകൃഷ്ണ ഓക്കെ അല്ലേടാ? യദുകൃഷ്ണ ഞാൻ വായിക്കുവാണ്. ആർക്കും ഡൗട്ട് ഇല്ല എന്ന് കരുതുന്നു. ഓക്കെ, പേരെന്തായിരുന്നു? അഖിൽ KP തെറ്റാണ്. മക്കളെ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ചേ. സ്മാക്കുവാണേ.
ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ പറഞ്ഞുതരാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ പറഞ്ഞുതരാം. ആർക്കുമില്ല. അശ്വിൻ DS ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്ത ദിവസത്തിലോട്ട് പോകുന്ന ലോൺ അക്കൗണ്ട്. മക്കളെ ലോൺ അക്കൗണ്ടിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നോക്കാം. അനിൽ, സുനിൽ ആൻഡ് കപിൽ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. On 1st April 2023, അനിൽ റിട്ടയേഴ്സ് ഫ്രം ദ ഫേം. അനിൽ റിട്ടയർ ആവാണ്. അനിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ പാർട്ണറാണ്. അനിൽ റിട്ടയർ ആകുന്നു. ഓൺ ഹിസ് ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്, അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് സമയത്ത് അദ്ദേഹത്തിന് 1 lakh rupees കൊടുക്കാറുണ്ട്. 1 lakh rupees ബിക്കംസ് ഡ്യൂ ടു ഹിം. അദ്ദേഹത്തിന് കൊടുക്കാനുണ്ട്. സുനിൽ ആൻഡ് കപിൽ പ്രോമിസ് ടു പേ. സുനിലും കപിലും പ്രോമിസ് ചെയ്യാണ് എന്താണ്? ദ എമൗണ്ട് ഡ്യൂ ടു ഹിം, അവന് കൊടുക്കാനുള്ള പൈസ in 5 equal yearly installment together with 10% interest per annum. ഉണ്ടോ? അവന് കൊടുക്കാനുള്ള പൈസ 5 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇൻട്രസ്റ്റ് കൂടി ചേർത്ത് ടുഗെദർ വിത്ത് ഇൻട്രസ്റ്റ്, അല്ലെ? ടുഗെദർ വിത്ത് ഇൻട്രസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാമെന്ന് അവർ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ അനിലിന്റെ ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 5 വർഷം എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്ക് കൊടുക്കാന്നല്ല. അപ്പൊ 5 വർഷത്തെ ലോൺ അക്കൗണ്ട് 5 വർഷത്തെ വരയ്ക്കണം നിങ്ങൾ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഹെഡിങ് കൊടുക്കേണ്ടത് അനിൽസ് ലോൺ അക്കൗണ്ട് ഹെഡിങ് കൊടുക്കുക. അനിൽസ് ലോൺ അക്കൗണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഭാഗ്യമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോൺ അക്കൗണ്ട് നാളെ 6 മാർക്കിന് ചോദിക്കും. രക്ഷപ്പെട്ടല്ലേ? വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ട്. അനിൽസ് ലോൺ അക്കൗണ്ട് വന്നാൽ രക്ഷപ്പെട്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, മക്കളെ ഈ ഈസി ആണോ അത് ഡിഫിക്കൽട്ട് ആണോ തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. മനസ്സിലായില്ല? ഒരു എക്സാം ഈസി ആണോ ഡിഫിക്കൽട്ട് ആണോ തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അതെന്താ അറിയോ? നന്നായി ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു പോയി നോക്കി ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഈസി ആയിരിക്കും. മനസ്സിലായി? അല്ലാതെ പല പല യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ട്, പ്രെഡിക്റ്റബിൾ എന്ന് പറഞ്ഞിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ. അതൊക്കെ നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ ഡിഫിക്കൽട്ട് ആണ്. അങ്ങനെയല്ല മക്കളെ, നമ്മൾ ടെക്സ്റ്റ് പഠിച്ചു പോകും. ടെക്സ്റ്റ് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈസി ആയിരിക്കും. മനസ്സിലായോ? അല്ലാണ്ട് പറയാണ് യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ പ്രഡിക്റ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ പറയൂ നാളത്തെ എക്സാമിൽ ഞാൻ പറഞ്ഞ ഒന്നും വന്നില്ല, ടഫായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. അങ്ങനെയല്ല, അത് അവര് പറഞ്ഞത് വന്നില്ല, അത്രയേ ഉള്ളൂ എന്ന് കരുതിയ ഡിഫിക്കൽട്ട് എന്നല്ല എക്സാം. നിങ്ങൾ നന്നായി ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു പോയ കുട്ടിയാണെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വന്നാലും ഈസി ആയിരിക്കും അത്, അല്ലേ സാറേ? അങ്ങനെയാണത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം പറയാണ് നന്നായി പഠിച്ചു പോവാ. അപ്പൊ ആദ്യം അനിലിന്റെ ലോൺ അക്കൗണ്ട് വരയ്ക്കാം. അപ്പൊ അനിലിന് കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണ്? അനിലിന് കൊടുക്കാനുള്ള എമൗണ്ട് 1 lakh rupees അല്ലേ? അപ്പൊ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ് ഇവിടെ തന്നിട്ടില്ല അല്ലെ? ഡേറ്റ് ഉണ്ടല്ലോ അല്ലേ? ഓൺ 1st April 2023 ആണ് റിട്ടയർ ആയത്. അപ്പൊ 1st April 2023 അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അനിലിന് കൊടുക്കാനുള്ള എമൗണ്ട് നമ്മൾ അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതാം. കാരണം അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് വന്നതല്ലേ. അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് മൊത്തം എമൗണ്ട് എഴുതാം 1 lakh rupees. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആർക്കാണോ കൊടുക്കാനുള്ളത് അദ്ദേഹത്തിന്റെ പേര് എഴുതിയിട്ട് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പറഞ്ഞ് ഈ ഫുൾ എമൗണ്ട് എടുത്ത് എഴുതാം. ഓക്കെ ആണ് അൽജോനെ? സാംസൺ ഓക്കെ അല്ലേ? അപ്പൊ 1 lakh എഴുതി. ഇനി 1 lakh rupees നമ്മൾ എങ്ങനെയാണ് കൊടുക്കണേന്ന് ജസ്റ്റ് ഒന്ന് സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. 1 lakh rupees 5 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടില്ല, ബൈ 5 ചെയ്യുക. അപ്പൊ എത്ര വെച്ച്? 20,000 വെച്ച്. ഓരോ ഇൻസ്റ്റാൾമെന്റിലും 20,000 പ്ലസ് ഇൻട്രസ്റ്റ് വെച്ച്. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. 5 ഇൻസ്റ്റാൾമെന്റ് ആയതുകൊണ്ടാണ് ബൈ 5 ചെയ്തത്. 4 ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ ബൈ 4, 3 ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ ബൈ 3. ഓക്കെ ആണോ കൃഷ്ണവേണി? യെസ്. ഇനി ആ വർഷ അവസാനം, ഇത് April 1 April 1 യെസ്. അപ്പോൾ ആ വർഷത്തിന്റെ അവസാനം എന്ന് പറയുമ്പോൾ എന്ന് വരും? 31st March 2024 എന്ത് വർക്ക്ഔട്ട് ചെയ്യുക? ഇൻട്രസ്റ്റ് കാണാം, ബൈ ഇൻട്രസ്റ്റ്. എങ്ങനെ ഇൻട്രസ്റ്റ് കാണാം? ഇവിടത്തെ എമൗണ്ട്, എപ്പോഴും ഇവിടത്തെ എമൗണ്ടിന് വേണം ഇൻട്രസ്റ്റ് കാണാം കേട്ടോ. അപ്പൊ 1 lakh ഇൻറ്റു 10/100, അപ്പോൾ 10,000. സെറ്റ് ആണെങ്കിൽ നമുക്ക് ഈസി കാണിച്ചു എല്ലാവരും. അസിനെ ക്ലിയർ ആണോ? അസിനെ ഇനി നമുക്ക് ഇപ്പുറത്ത് എന്താണ് ക്ലോസിംഗ് ഡേറ്റ്? 31 March 2024 2. ഇവിടെ ബൈ ആണെങ്കിൽ ഒരു 2 എഴുതിയിൽ കുഴപ്പമൊന്നുമില്ല. ബാങ്ക് എന്നോ അല്ലെങ്കിൽ ക്യാഷ് എന്ന് എഴുതാം കേട്ടോ. ബാങ്ക് ഓർ ക്യാഷ് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. എത്ര? നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് എത്ര മക്കളെ? 20,000 അല്ലേ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്?
ഈ 20,000-നോടൊപ്പം നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്, ഇവിടെ കിട്ടിയ ഇൻട്രസ്റ്റ് അത് കൂട്ടി എഴുതാം. അപ്പോൾ 10,000 ഇവിടെ കൂട്ടി എഴുതാം. 30,000. മക്കളെ സെറ്റ് ആണെങ്കിൽ കൈവശം കാണിച്ച്, സെറ്റാണെങ്കിൽ കൈവശം കാണിച്ച്, സെറ്റാണെങ്കിൽ കൈവശം കാണിച്ച്, എനർജറ്റിക്കായിട്ട് കൈവശം. ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ 1,10,000 വരും. ഇവിടെ 1,10,000 എടുത്ത് എഴുതാം. അതിൽ നിന്ന് 30,000 കുറച്ചാൽ ബാലൻസ് ക്യാരി ഡൗൺ കിട്ടും 80,000. അത് അടുത്ത 1-ാം തീയതിയിലേക്ക് എന്ന് പറയുമ്പോൾ 1/4/2024 വരും. ബൈ ബാലൻസ് ബ്രോ ഡൗൺ എത്ര? ഈ 80,000 എടുത്ത് എഴുതാം. അവിടുത്തെ ഇൻട്രസ്റ്റ് കാണാം. എന്നാ വരാം? 31/3/2025 വരും ഇൻട്രസ്റ്റ് എപ്പോഴും കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ എമൗണ്ടിന്റെ. അപ്പൊ 80,000 ഇൻറ്റു 10/100 8,000 വരും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? 31/3/2025 ടു ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് എത്ര? 20,000-നോടൊപ്പം ഇൻസ്റ്റാൾമെന്റ് തുക 20,000 അല്ലേ? ആ 20,000-നോടൊപ്പം 8,000 രൂപ കൂട്ടുക. അപ്പൊ 28,000. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഈ ബാലൻസ് ചെയ്യുക. 88,000 അല്ലേ ഏറ്റവും കൂടുതൽ. മക്കളെ ഒരു കാര്യം ചെയ്യിക്കണേ, ഈ ടോട്ടൽ ചെയ്യുമ്പോൾ അടിയിൽ 2 വര വരയ്ക്കാം കേട്ടോ. വര വരയ്ക്കാതിരിക്കരുത് കേട്ടോ മക്കളെ, ഒരിക്കലും വര വരയ്ക്കാതിരിക്കരുത്. ടോട്ടൽ ചെയ്യുമ്പോൾ 2 അടിയിൽ 2 വര വരയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ കൂട്ടുമ്പോൾ ഇത് കൂടി കൂട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എപ്പോഴും ഓരോ വർഷം കഴിയുമ്പോഴും എന്ത് ചെയ്യണം? അബ്രാറെ ടോട്ടൽ ചെയ്തിട്ട് വര എഴുതണം. ഓക്കെ ആണെങ്കിൽ വിഷയം കാണിച്ച എല്ലാവരും സെറ്റ് അല്ലേ? ആർക്കെങ്കിലും ലോൺ അക്കൗണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇത് 2 വർഷം ചെയ്തുള്ളൂ. ഇനി ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ എത്ര കിട്ടും? 60,000 ബാലൻസ് ചെയ്യുക. അടുത്തത് 40,000, പിന്നെ 20,000 ടാലി ആയി പോകും. ഓക്കെ അല്ലേ? അങ്ങനെ 5-ാമത്തെ വർഷം ഈ 2 സൈഡ് ഈക്വൽ ആയി പോകും. ഓക്കെ, ഫൈസ ചോദിച്ചു ഡൗട്ട്. അത് അതിനകത്ത് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് എന്ന് പറയും. അപ്പൊ ഈ ഇൻസ്റ്റാൾമെന്റ് 20,000 അത് നമുക്ക് ഓൾറെഡി നമുക്കപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ഇൻസ്റ്റാൾമെന്റ് തുക തരും. ക്വസ്റ്റ്യൻ ഇൻസ്റ്റാൾമെന്റ് നേരിട്ട് തരും. അങ്ങനെ തരുമ്പോഴാണ് അതിനകത്ത് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയും. അപ്പൊ ആദ്യത്തെ 3 വർഷം 20,000 വെച്ച് കൊടുത്തു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ഇൻട്രസ്റ്റ് കാണണം. പക്ഷെ ഇവിടെ ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് എന്ത് ചെയ്യണ്ട? ഈ ഇൻട്രസ്റ്റ് കൂട്ടണ്ട. ക്വസ്റ്റ്യൻ എന്നൊക്കെ എമൗണ്ട് എഴുതിയാൽ മതി. ഓക്കെ ആണോ ഫൈസ? ഓക്കെ ആണോ? ഇനി 3 വർഷം കഴിഞ്ഞിട്ട് 4-ാമത്തെ വർഷം ഇല്ലടാ, 4-ാമത്തെ വർഷം എന്ത് ചെയ്യുക? ബാലൻസ് എടുത്ത് എഴുതിയിട്ട് അതിന് ഇൻട്രസ്റ്റ് കിട്ടില്ലേ? ഇത് രണ്ടും കൂടി കൂട്ടി ഒരുമിച്ച് ബാങ്ക് എന്ന് പറയുക ടാലി ആക്കി ഇടുക. 3 വർഷം ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണ ആ എമൗണ്ട് എഴുതുക. 4-ാമത്തെ വർഷം എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിൽ പറയുന്ന 3 വർഷം ഇന്ന ഇൻസ്റ്റാൾമെന്റിൽ കൊടുത്തു, അത് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് വീണ്ടും കൂട്ടണ്ട. ആ ഇൻസ്റ്റാൾമെന്റ് തുക മാത്രം എഴുതിയിട്ട് ബാലൻസ് ചെയ്യുക. അങ്ങനെ 3 വർഷം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ബാലൻസ് സോറി 4 ഇയറിന്റെ കേസിൽ അതിൽ 3 ഇയേഴ്സിൽ ഇത്രയാണ് ഇൻട്രസ്റ്റ്, അത് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ആണ്. 4th ഇയറിൽ കൊടുക്കാനുള്ളത് ബാലൻസ് ഇൻട്രസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തു എന്ന് പറയും. അപ്പൊ 4-ാമത്തെ വർഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ ബാലൻസ് എടുത്ത് ചെയ്തിട്ട് ഇതുപോലെ ഇൻട്രസ്റ്റ് കാണാം. രണ്ടും കൂടി കൂട്ടി 88,000 കിട്ടിയില്ലേ? അത് ഇപ്പുറത്ത് ബാങ്ക് എന്ന് പറയുന്നത് 88,000 ഇട്ടിട്ട് ടാലിയാക്കി ഇടാം. അത്രയേ ഉള്ളൂ. സെറ്റ് അല്ലേ? ഓക്കെ. നെഹ്ല PS തന്നെയായിരുന്നു ഡൗട്ട്. സെറ്റ് ആയോടാ? ഓക്കെ. അപ്പൊ 2 കേസ് ഉണ്ട് ലോൺ അക്കൗണ്ടിൽ. ഇതാണ് ഏറ്റവും കൂടുതൽ തവണ വന്നേക്കണേ കേട്ടോ. ഇതിനകത്ത് ടുഗെദർ വിത്ത് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് കേസാണ്. പ്ലസ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. പ്ലസ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കേസ് തന്നെയാണ്. ഇതിന്റെ കൂടെ ഇൻട്രസ്റ്റ് കൂടി നല്ല അർത്ഥം. ഇൻട്രസ്റ്റ് കൂടി കൂട്ടണം. ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ച്. ഇൻക്ലൂഡിങ് എന്ന് പറയുമ്പോൾ മാത്രമേ ആ കേസ് വരുള്ളൂ കേട്ടോ. ഒരിക്കലും തെറ്റിക്കരുത്. മിക്കതും ഈ കേസാണ് കൂടുതൽ വന്ന് കണ്ടിട്ടുള്ളത്. ഓക്കെ, സെറ്റ് അല്ലേ TRA? മോനെ ഗോകുൽ കൃഷ്ണ ഓക്കെ അല്ലടാ? ഡൗട്ട് ഉണ്ടോടാ? സെറ്റാണ്. ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. അശ്വിൻ കെ ബിജു ലാസ്റ്റ് 22,000 എഴുതിയിട്ടും 1 വർഷം കൂടി ചെയ്യണം. അപ്പോഴേ ടാലി ആവുള്ളൂ കേട്ടോ. 22,000 ടാലി ചെയ്യില്ല ലാസ്റ്റ് ഇയറിൽ. 2 സൈഡ് ഈക്വൽ ആയില്ല അശ്വിനെ? അശ്വിൻ കെ ബിജു ചാലക്കുടി വന്നിരുന്നോ? ചാലക്കുടിയാണോ വീട്? ഓക്കെ. ഡൗട്ട് ക്ലിയർ ആയില്ല ഇതിന്റെ? ഓക്കെ. ബ്രേക്ക് കൊടുക്കാറായോ? ബ്രേക്ക് തരട്ടെ എന്നാ? 10 മിനിറ്റ് ബ്രേക്ക് എടുത്തോ. വേഗം ബ്രേക്ക് എടുത്തിട്ട് വരും. ആണെങ്കിൽ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ഇത്ര ഇൻസ്റ്റാൾമെന്റ് ആണെന്ന് ക്വസ്റ്റിൽ പറഞ്ഞു. ഷാനിയുടെ ആണോ? അപ്പൊ നമ്മള് ക്ലിയർ ആയി ഷാനിയ? ക്വസ്റ്റിനിൽ നമുക്ക് ഇൻസ്റ്റാൾമെന്റിന്റെ എമൗണ്ട് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇത്ര വെച്ചാണ് ഓരോ ഇൻസ്റ്റാൾമെന്റിന് കൊടുക്കേണ്ട ആദ്യത്തെ 3 വർഷം എന്ന് പറയും. നമ്മൾ 3 വർഷം ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റിനിൽ തന്നിട്ടുള്ള എമൗണ്ട് വെറുതെ എടുത്ത് എഴുതിയാൽ മതി. ഇൻട്രസ്റ്റ് കൂട്ടണ്ട. പക്ഷെ ഇൻട്രസ്റ്റ് സാധാരണ ചെയ്യുന്ന പോലെ ക്രെഡിറ്റിൽ കണ്ടുപിടിക്കണം. മനസ്സിലായോ? പക്ഷെ കൂട്ടുമ്പോൾ ഇൻട്രസ്റ്റ് കൂട്ടണ്ട.
ഇനി നാലാമത്തെ വർഷം എന്ത് ചെയ്യുക? നാലാമത്തെ വർഷം ഇവിടെ കിട്ടിയ ബാലൻസ് ഇല്ലേ, മൂന്നാമത്തെ വർഷം കിട്ടിയത്, അതെടുത്ത് എഴുതിയിട്ട് അതിന് ഇൻട്രസ്റ്റ് കാണാം. എന്നിട്ട് രണ്ടും കൂടി കൂട്ടി ഇപ്പുറത്ത് ബാങ്ക് എന്ന് പറഞ്ഞ ടാലിയാക്കുക. ഇത്രയും സെറ്റ് അല്ലേ? സാറേ ക്വസ്റ്റ്യൻ കാണിച്ചു. മകളെ അടുത്ത എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഇത് അഡ്മിഷൻ ആണ്. അഡ്മിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കറിയാം, എന്നാൽ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. അരുൺ ആൻഡ് വരുൺ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2 ആണ്. അവരുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ അരുണിന്റെ 30,000, വരുണിന്റെ 25,000, റിസർവ് ഉണ്ട് 10,000 രൂപ, ക്രെഡിറ്റേഴ്സ് 16,000, ലാൻഡ് 40,000, മെഷീനറി 20,000, സ്റ്റോക്ക് 11,000, ഡെറ്റേഴ്സ് 8,000, ക്യാഷ് 2,000. ടോട്ടൽ ചെയ്തപ്പോൾ ഇത്ര 81,000 ഉണ്ട്. ദേ അഡ്മിറ്റ് മധു ഓൺ ദ ഫോളോയിങ് ടേം, താഴെ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചുകൊണ്ട് മധുവിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്തു. മധു 20,000 രൂപ ക്യാപിറ്റലും 10,000 രൂപ ഗുഡ് വില്ലും കൊണ്ടുവന്നിട്ടുണ്ട്. 1/4 ഷെയർ ആണ്. ലാൻഡ് വാസ് ടു ബി റിവാല്യൂഡ് അറ്റ് 45,000, മെഷീനറി 25,000, സ്റ്റോക്ക് വാസ് ടു ബി റിട്ടേൺ ഡൗൺ ബൈ ആണ് കേട്ടോ, ബൈ കണ്ടോ 2,000. ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡ് 500 നോ ലോങ്ങർ പേയബിൾ ആൻഡ് ദിസ് സം വാസ് ടു ബി റിട്ടേൺ ബാക്ക്. ഓക്കെ, അപ്പൊ ആദ്യം റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. റീവാലുവേഷൻ അക്കൗണ്ട് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ അസറ്റ് ഇൻക്രീസ് ചെയ്യുക, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുക, അണ്ടർ റെക്കോർഡ് അസറ്റ്. ഇവിടെ അസറ്റ് ഡിക്രീസ് ചെയ്യുക, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുക, അണ്ടർ റെക്കോർഡ് ലയബിലിറ്റി. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. നോക്കി, ഇവിടെ ഫസ്റ്റത്തെ ലൈനിൽ പുതിയ ആള് കൊണ്ടുവന്ന ക്യാപിറ്റലും ഗുഡ് വില്ലാണ് പറഞ്ഞേക്കണേ. അത് എടുക്കണ്ട കേട്ടോ, അത് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ആവശ്യം. ലാൻഡ് വാസ് ടു ബി വാല്യൂഡ് അറ്റ് എന്ന് പറയും ഇപ്പോ ലാൻഡിന്റെ വില ഇപ്പോൾ 45,000 ആണ്. ഇവിടെ എത്രയായിരുന്നു? ലാൻഡ് 40,000 അല്ലേ, അപ്പൊ 45 ആയില്ലേ, അപ്പൊ 5,000 രൂപ കൂടി. അപ്പൊ അസറ്റ് കൂടുമ്പോൾ ഈ സൈഡിലല്ലേ ലാൻഡ് എത്ര എമൗണ്ടാ കൂടിയത്? 5,000. അടുത്തത് മെഷീനറി 25,000 ആണ്. മെഷീനറി ക്വസ്റ്റ്യനിൽ എത്ര? 20,000 അല്ലേ, അപ്പൊ അവിടെയും 5,000 കൂടി. അപ്പൊ മെഷീനറി 5,000. അടുത്തത് സ്റ്റോക്ക് വാസ് ടു ബി റിട്ടേൺ ഡൗൺ ബൈ എന്ന് പറഞ്ഞ എമൗണ്ട് എടുത്ത് എഴുതിയാൽ മതി. സ്റ്റോക്കിന്റെ വില റിട്ടേൺ ഡൗൺ കുറഞ്ഞു എന്നല്ലേ, ഡൗൺ എന്ന് പറഞ്ഞാൽ കുറയുക. അപ്പൊ റിട്ടേൺ ഡൗൺ, അപ്പൊ സ്റ്റോക്ക് എന്ന് പറഞ്ഞ അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ ഡെബിറ്റ് സൈഡിൽ ചെയ്താ സ്റ്റോക്ക് എത്ര എമൗണ്ടാ? 2,000 റുപ്പീസ് കുറഞ്ഞു. ബൈ എന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് വെറുതെ പെറുക്കിയെടുത്ത് എഴുതിയാൽ മതി കേട്ടോ. അടുത്ത ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡഡ് 500 നോ ലോങ്ങർ പേയബിൾ, അതായത് ക്രെഡിറ്ററിനകത്ത് പെട്ടിട്ടുള്ള ഒരു 500 രൂപ എന്ത് ചെയ്യണ്ട? നോ ലോങ്ങർ പേയബിൾ ആൻഡ് ദിസ് സം വാസ് ടു ബി റിട്ടേൺ ബാക്ക്. അതായത് ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കാനുള്ളതല്ലേ, ആ കൊടുക്കാനുള്ളതിൽ 500 രൂപ എന്ത് ചെയ്യണ്ട? ഇനി കൊടുക്കണ്ടെന്ന് മനസ്സിലായോ? അപ്പൊ ക്രെഡിറ്റർ എന്ന് പറഞ്ഞ ലയബിലിറ്റി എന്തായി? കുറഞ്ഞു. ക്രെഡിറ്റർ 16,000 ഉണ്ടായിരുന്നു, 500 കൊടുക്കണ്ടെന്ന് പറഞ്ഞാല് 15,500 ആയില്ലേ, അപ്പൊ കുറയല്ലേ ചെയ്തേ ലയബിലിറ്റി. ലയബിലിറ്റി കുറയുമ്പോൾ എവിടെ വരിക? ക്രെഡിറ്റ് സൈഡില് ക്രെഡിറ്റേഴ്സ് എത്ര രൂപയെ കുറഞ്ഞത്? 500 രൂപ. ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ചു എല്ലാവരും? ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ചു. യെസ്, എന്താണ് നവ്യ ഡൗട്ട് ചോദിച്ചോടാ? ഡൗട്ട് ചോദിച്ചോ നവ്യ? അണ്ടർ വാല്യൂഡ്. യെസ്, നല്ല ക്വസ്റ്റ്യൻ, ഗുഡ് ക്വസ്റ്റ്യൻ. സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ബൈ ₹1,000 ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് കരുതുക. അതായത് സ്റ്റോക്ക് 1,000 രൂപ അണ്ടർ വാല്യൂ ചെയ്തേക്കണേന്ന്. അണ്ടർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? കുറവാ കാണിച്ചേക്കണേ, മനസ്സിലായോ? ആക്ച്വലി അത് കുറവല്ല, കൂടുതലാണ്. അപ്പൊ അണ്ടർ വാല്യൂഡ് എന്ന് പറഞ്ഞാല് സ്റ്റോക്കിന്റെ വില കൂടി എന്നർത്ഥം, മനസ്സിലായോ? അപ്പൊ അസറ്റ് കൂടുമ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഇവിടെ 1000 എഴുതാം. ഓക്കെ ആണോ നവ്യ? അണ്ടർ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചോ. അണ്ടർ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് എന്നർത്ഥം. ഓക്കെ വെച്ചോ. ഓവർ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് എന്നർത്ഥം. എഴുതി വെച്ചോ, തെറ്റി കളയരുത് കേട്ടോ. അണ്ടർ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് എന്നർത്ഥം. ഓക്കെ അല്ലേ? സോറി, അണ്ടർ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് എന്നാണ് അർത്ഥം അല്ലെ. സ്റ്റോക്കിന്റെ വില അണ്ടർ വാല്യൂ ചെയ്തേക്കാം, കുറവാ കാണിച്ചേക്കണേന്ന്. അപ്പോൾ അതിനർത്ഥം ശരിക്കും കൂടുതലാണെന്ന്. അപ്പൊ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. അപ്പൊ അണ്ടർ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ അത് ഇൻക്രീസ് എന്നാണ് അർത്ഥം. ഓവർ വാല്യൂഡ് എന്ന് പറഞ്ഞാലോ കൂടുതൽ കാണിച്ചിട്ടുണ്ട് ബാലൻസ് ഷീറ്റിൽ, അപ്പൊ കുറയ്ക്കണ്ടേ, അപ്പൊ ഡിക്രീസ് ആണ്. ക്ലിയർ ആണെങ്കിൽ കൈവശി കാണിച്ച് അതിനെ ചുറ്റിക്കാട്ടിന് കൈവശി കാണിച്ച എല്ലാവരും കേട്ടോ. അണ്ടർ വാല്യൂഡ് ഇൻക്രീസ്, ഓവർ വാല്യൂഡ്, ഓവർ എന്ന് പറയുമ്പോൾ കൂടുതലല്ല, നമ്മൾ ഡിക്രീസ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ശരി, ഓപ്പോസിറ്റ് കേട്ടോ. ഐബിനെ ക്ലിയർ ആയോടെ? അണ്ടർ വാല്യൂഡ് ഓവർ വാല്യൂഡ് ക്ലിയർ ആയ ഐബിൻ? സെറ്റ് ആണ്, ആർക്ക് ഡൗട്ട് ഇല്ലല്ലോ? സെറ്റ് അല്ലേ കൃഷ്ണവേണി? അണ്ടർ വാല്യൂഡ് ഓവർ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റിനിൽ തരും. അപ്പൊ ഈ പോളാലപ്പാട്ടെ ഓക്കെ അല്ലേടാ? നമുക്ക് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 10,500 ആണ് ഇവിടെ വരിക. 10,500
ആ റിട്ടേൺ ബാക്ക് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് അർത്ഥം. മനസ്സിലായി? കൊടുക്കാനുള്ള പൈസ നമുക്ക് തിരിച്ചു കിട്ടി എന്നാണ് അർത്ഥം. മേരി ഷാനിയ കേട്ടോ. നോ ലോങ്ങർ പേയബിൾ. ഇനി അധിക കാലം നമുക്ക് 500 രൂപ കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് അർത്ഥം കേട്ടോ. ഇത് ബാലൻസ് ചെയ്യുക. അപ്പോൾ 10,500 നിന്ന് 2,000 രൂപ കുറച്ച് കഴിഞ്ഞാൽ 8,500 ആണെങ്കിൽ ഏഷ്യ കാണിച്ചു. 8,500 നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റ് 8,500. അത് വീതിച്ച് കൊടുക്കുമ്പോൾ അരുണും വരുണും മാത്രം കൊടുത്താൽ മതി കേട്ടോ മക്കളെ. അഡ്മിഷനിൽ ഓൾഡ് പാർട്ണറിന് മാത്രം കൊടുത്താൽ മതി, ന്യൂ പാർട്ണറിന് കൊടുക്കരുത്. സെറ്റ് അല്ലേ? ന്യൂ പാർട്ണറിന് കൊടുക്കരുത് അഡ്മിഷനിൽ. പക്ഷെ റിട്ടയർമെന്റ് എത്തിലാണെങ്കിലോ റിവാലുവേഷൻ പ്രോഫിറ്റ് എല്ലാ പാർട്ണറിനും കൊടുക്കണം. ഓക്കെ അല്ലേ? നമുക്കപ്പോൾ വീതിക്കാം. റേഷ്യോ പറഞ്ഞിട്ടുണ്ട് 3:2 ആണ്. അപ്പോൾ 8,500 ഇൻറ്റു 3/5 5,100 5,100 3,400 ആണെങ്കിൽ കഴിച്ച് കാണിച്ച് സെറ്റ്. ഈ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. ആരൊക്കെയാ? 3 പാർട്ട്ണർ ഉണ്ട് അല്ലേ? യെസ്. അരുൺ, വരുൺ, മധു. ക്രെഡിറ്റ് അതുപോലെ തന്നെ 3 പാർട്ട്ണർ. അരുൺ, വരുൺ, മധു. ആദ്യം നമ്മൾ ക്യാപിറ്റൽ അവിടെ കാണിക്കാൻ മറന്നു പോകരുത്. ഫസ്റ്റ് ക്യാപിറ്റൽ കാണിക്കുക. ബാലൻസ് ബ്രോ ഡൗൺ. എത്രയാണ് ക്യാപിറ്റൽ? അരുണിന്റെ 30,000, വരുണിന്റെ 25,000. യെസ്. അപ്പൊ തന്നെ നമുക്ക് പുതിയ ആളുടെ ക്യാപിറ്റൽ മറന്നു പോകണ്ട. ക്യാഷ് എന്നോ അല്ലെങ്കിൽ ബാങ്ക് എന്നോ പറഞ്ഞിട്ട് മധുവിന്റെ കോളത്തിൽ 20,000 രൂപയിലെ മധു കൊണ്ടുവന്ന ക്യാപിറ്റൽ 20,000 കാണിക്കുക. ഇനി വേണമെങ്കിൽ റിസർവ് വിധിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഗുഡ് വിൽ കൊടുക്കാം. ഗുഡ് വിൽ കൊടുത്താലും മതി. ഗുഡ് വിൽ 10,000 എന്നല്ലേ പറഞ്ഞാൽ പ്രീമിയം എന്ന് പറഞ്ഞ് എഴുതാം. പ്രീമിയം. എന്നിട്ട് 3:2 10,000 രൂപ കൊണ്ടുവന്ന ഗുഡ് വിൽ അരുണിനും വരുണിനും വീതിച്ചു കൊടുക്കുക. അപ്പോൾ 10,000 ഇൻറ്റു 3/5 ജീവനുണ്ട് 3 6 6,000 വരും. 6,000 4,000 ഗുഡ് വിൽ വീതിച്ചു കൊടുക്കുക. ഓക്കെ അല്ലേ? ഇത് റിസർവ് ഉണ്ട്. റിസർവ് വീതിക്കുക. റിസർവ് ക്വസ്റ്റ്യനിൽ 10,000 ആണ്. അപ്പോൾ അതും വരും 6,000 4,000. അതൊക്കെ ഓൾഡ് പാർട്ണറിന് മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇവിടെ കിട്ടിയ റീവാലുവേഷൻ പ്രോഫിറ്റ് ഇല്ലേ? റീവാലുവേഷൻ പ്രോഫിറ്റ് എത്രയാ? 5,100 3,400 കഴിഞ്ഞു. ബാലൻസ് ചെയ്യാം. ഇനി ഗുഡ് വിൽ അസറ്റിൽ ഗുഡ് വിൽ ഉണ്ടെങ്കിൽ ഗുഡ് വിൽ ഡെബിറ്റ് സൈഡിൽ കൊടുക്കണം. ഇവിടെ അസറ്റിൽ അതൊന്നും ഇല്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്ത് കിട്ടുന്ന ആൻസർ നമ്മൾ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറയുന്നത് അഡ്മിഷൻ. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവിശ്യം കാണിച്ച എല്ലാവരും എനർജറ്റിക് ആയിട്ട് കൈവിശ്യം കാണിച്ച് നോക്കട്ടെ. സെറ്റ് അല്ലേ? ഇനി ന്യൂ ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പറയുമ്പോൾ എന്ത് ചെയ്യുക? ലാൻഡ് എടുത്ത് എഴുതുമ്പോൾ ഓരോന്നും പെറുക്കി എടുത്ത് എഴുതുമ്പോൾ നിങ്ങൾ റീവാലുവേഷനും കൂടി ഒത്തു നോക്കണം. അപ്പോൾ ലാൻഡ് എഴുതുമ്പോൾ നോക്കി ലാൻഡിന്റെ വാല്യൂ കൂടിയിട്ടുണ്ടല്ലോ 5,000. അപ്പോൾ 40,000 കൂടെ 5,000 കൂട്ടി 45 എഴുതാം. മെഷീനറി എഴുതുമ്പോൾ മെഷീനറിക്ക് 5,000 കൂടിയിട്ടുണ്ട്. അപ്പോൾ 20,000 + 5 25,000. അപ്പോൾ ടിക്കറ്റ് കൊടുക്കുക ഓരോന്നും കേട്ടോ. അടുത്തത് സ്റ്റോക്ക് 11,000 ആണ്. പക്ഷേ സ്റ്റോക്കിന്റെ വാല്യൂ 2,000 കുറഞ്ഞിട്ടുണ്ട്. 11,000 നിന്ന് 2,000 കുറച്ച് 9,000 എഴുതാം. ഡെറ്റേഴ്സ് എഴുതുമ്പോൾ ഡെറ്റേഴ്സിനൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് തന്നെ സെയിം തന്നെ 8,000 എടുത്ത് എഴുതാം. ക്യാഷ് പുതിയ പാർട്ണർ ഈ ക്യാഷിന്റെ കൂടെ എന്ത് ചെയ്യണം മക്കളെ? പുതിയ ആള് കൊണ്ടുവന്ന ക്യാപിറ്റൽ 20,000 പുതിയ ആള് കൊണ്ടുവന്ന ഗുഡ് വില്ലും ഇല്ലേ? ഈ ക്യാപിറ്റലും ഈ ഗുഡ് വില്ലും കൂട്ടണം കേട്ടോ. മറന്നു പോകരുത്. ഇവിടെ കൂട്ടിയിട്ട് എഴുതാവൂ കേട്ടോ. എന്നിട്ട് ടാലി ആവുള്ളൂ ബാലൻസ് ഷീറ്റ്. ഇനി വേറെ ഒന്നുമില്ല. നമുക്ക് ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ക്യാപിറ്റൽ എഴുതുമ്പോൾ ഇനി 3 പാർട്ണർ ഉണ്ട്. അരുണുണ്ട്, വരുണുണ്ട്, മധു ഉണ്ട്. അത് എവിടെ നിന്ന് എടുക്കണം? ഇവിടെ കിട്ടിയ ബാലൻസ് ഇല്ലേ? അത് വേണം പുതിയ ബാലൻസ് ഷീറ്റിൽ ഈ 3 പേരുടെ ക്യാപിറ്റൽ. റിസർവ് ഇനി എഴുതരുത്. റിസർവ് നമുക്ക് വീതിച്ച് കൊടുത്തു. റിസർവ് എഴുതരുത്. ക്രെഡിറ്റർ 16,000 ആണ്. അതിലൊരു 500 രൂപ കൊടുക്കണ്ട. അപ്പോൾ ടിക്കറ്റ് കൊടുക്കുക. 16,000 നിന്ന് 500 കുറച്ച് 15,500 കാണിക്കുക. അപ്പോൾ ടാലി ആവും. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവിശി കാണിച്ച് എല്ലാവരും. ടാലി ആക്കാൻ അല്ലെങ്കിൽ ന്യൂ ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോ പറഞ്ഞുതരാം. ന്യൂ ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹാൻഡ് റൈസ്. ഈ ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിന്റെ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ പാർട്ണർ കൊണ്ടുവന്ന ക്യാപിറ്റലും ഗുഡ് വില്ലും ആഡ് ചെയ്യാൻ മറന്നു പോകരുത്. സെറ്റ് അല്ലേ? ഓക്കെ, ഡൗട്ട് ഇല്ല. എല്ലാവർക്കും ഓക്കെ അല്ലേ മക്കളെ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അഡ്മിഷനിൽ ഇല്ല, എല്ലാവർക്കും ഓക്കെയാണ്, സെറ്റാണ്. ആർക്കും ഇല്ല ഡൗട്ട്. അഷിക്ക് ഒന്നുമില്ല. ഐബിൻ ഡൗട്ട് ഒന്നുമില്ലല്ലോ. നിയ, റിയ വേറെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. കൃഷ്ണവേണി ആണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ. TR ഓക്കെ അല്ലേ? ആതിര സെറ്റാണ്. ബാക്കിയാണ്. നവിക്കുന്ന ഡൗട്ട് ഒന്നും ഇല്ലല്ലോ കരുതുന്നു. അശ്വിൻ കെ ബിജു ഓക്കെ അല്ലടാ?
ഇനി നമുക്ക് റിയലൈസേഷനിലോട്ട് പോകാം. റിയലൈസേഷൻ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ജേണൽ എൻട്രി എങ്ങനെ എഴുതാന്നൊക്കെ നമുക്ക് നോക്കാം. ഈ റീവാലുവേഷന്റെ വേറൊരു പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. അറിയാലോ, ഇനി തെറ്റിക്കരുതിട്ട് മക്കളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാൽ. കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ടിങ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞാലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു മക്കളെ. ജേർണലൈസ് ദ ഫോളോയിങ് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. ഡിസൊല്യൂഷൻ സമയത്ത് വരുന്ന ട്രാൻസാക്ഷൻ ആണ് താഴെ തന്നിട്ടുള്ളത്. അതിന് ജേണൽ എൻട്രി ചെയ്താണ് നമ്മളോട് പറഞ്ഞേക്കണേ. ജേണൽ എൻട്രി ചെയ്താനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ആദ്യം റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ട് 1500 രൂപ. ഇൻവെസ്റ്റ്മെന്റ് നോട്ട് റെക്കോർഡഡ് ഇൻ ദ ബുക്സ്. ബുക്കിൽ റെക്കോർഡ് ചെയ്യാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന അസറ്റ് ഒരു 2000 രൂപയ്ക്ക് റിയലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ഒരു 10000 രൂപയുണ്ട്. അത് 5% ഡിസ്കൗണ്ടിലാണ് അത് ഡെബിറ്റ് ആക്സെപ്റ്റ് ചെയ്തേക്കണേ. ലോസ് ഓൺ റിയലൈസേഷൻ ഉണ്ട് ഒരു 1200 രൂപ. അതുകൂടാണ്ട് വേറെ 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ജേണൽ എൻട്രി ചെയ്താനായിട്ട്. അപ്പോൾ ആ ജേണൽ എൻട്രിയുടെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം. അതിന് മുമ്പ് റിയലൈസേഷൻ ഒരു അക്കൗണ്ട് ചെയ്താലോ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ജേണൽ എൻട്രി ചെയ്താം. ഓക്കെ, ഏതാ റിയലൈസേഷൻ പ്രോബ്ലം ചെയ്താലോ? തരാം, കാണിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതാക്കാൻ പറ്റുമോ? ബ്ലാക്ക് മക്കളെ, നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കാനായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് റിയലൈസേഷൻ അക്കൗണ്ട് മാത്രമല്ല ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാനും ചോദിക്കും. റിയലൈസേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ഒരുമിച്ചായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. ക്യാഷ് അക്കൗണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് 6 മാർക്കിന്, അല്ലെങ്കിൽ ജേണൽ എൻട്രീസ് റിയലൈസേഷൻ അക്കൗണ്ട് ആയിരിക്കും. ഇനിയിപ്പോൾ റിയലൈസേഷൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ എങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും കേട്ടോ, കുറച്ചധികം ഐറ്റംസ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യനിൽ റിയലൈസേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് കുറച്ചധികം ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഫോളോയിങ് ഈസ് എ ബാലൻസ് ഷീറ്റ് ഓഫ് എ ഫേം where Abhi and Pranav are partners. അബിയും പ്രണവും പാർട്ട്നേഴ്സ് ആണ്. Who share profits in the ratio of 3:2. അതായത് 3:2 അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് വരച്ച് കാണിക്കാം. റിയലൈസേഷൻ അക്കൗണ്ട് particulars. ഡിസോൾവ് എന്ന് കണ്ട മക്കളെ റിയലൈസേഷൻ അക്കൗണ്ട് ആണ് വരയ്ക്കേണ്ടത് കേട്ടോ. അറിയാലോ, ഡിസോൾവ് അല്ലെങ്കിൽ ലിക്വിഡേറ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഡിസൊല്യൂഷൻ ആണ്. ആദ്യം അസറ്റുകളെല്ലാം പെറുക്കി ഡെബിറ്റിൽ എഴുതുക. അപ്പോൾ അസറ്റ് എഴുതുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ഇൻ ബാങ്ക് എഴുതരുത് കേട്ടോ. അമ്മാനെ ക്യാഷ് ഇൻ ഹാൻഡ് എഴുതരുത്. അടുത്ത ഡെപ്റ്റർ ആണ്. ഡെപ്റ്റർ 20000. ഡെപ്റ്റേഴ്സ് പ്രൊവിഷന് മുമ്പത്തെ എമൗണ്ട് എഴുതണേ 20000. അപ്പോൾ 20000 എഴുതും. അടുത്തത് സ്റ്റോക്ക് 22000. അടുത്തത് ഫർണിച്ചർ 25000. അടുത്തത് മെഷീനറി 40000. അടുത്ത ഇൻവെസ്റ്റ്മെന്റ് 30000. അപ്പൊ നമ്മൾ അസറ്റുകളെല്ലാം പെറുക്കിയെടുത്ത് എഴുതിയിട്ടുണ്ട്. ലയബിലിറ്റീസ് ആണ്. ക്രെഡിറ്റേഴ്സ് 20000. ക്രെഡിറ്റേഴ്സ് 20000. ബിൽസ് പേയബിൾ. ബിൽസ് പേയബിൾ എത്ര? ബിൽസ് പേയബിൾ 30000. അടുത്ത ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. മക്കളെ, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട്, ജോയിന്റ് ലൈഫ് പോളിസി ഫണ്ട്, ഈ 3 ഫണ്ടുകൾ വന്നാൽ അത് വെറുതെ ക്രെഡിറ്റിൽ മാത്രം എഴുതിയാൽ മതി. പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ അത് പെയ്ഡ് ഓഫ് ചെയ്യണം. ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എത്രയാണ്? എമൗണ്ട് 5000. റിസർവ് ആണ്. റിസർവ് എഴുതരുത്. റിസർവ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ പ്രൊവിഷൻ എഴുതാ വിട്ടുപോകരുത്. പ്രൊവിഷൻ ഈസ് എ ലയബിലിറ്റി. പ്രൊവിഷൻ 1000. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഈസി കാണിച്ച എല്ലാവരും. അസറ്റുകളെല്ലാം പെറുക്കിയെടുത്ത് നമ്മൾ ഡെബിറ്റിൽ എഴുതി. ഏതൊക്കെയാ? ഡെറ്റർ പ്രൊവിഷൻ കുറയ്ക്കുന്നതിന് മുമ്പത്തെ ഡെറ്റർ എഴുതണം കേട്ടോ. സ്റ്റോക്ക്, ഫർണിച്ചർ, മെഷീനറി, ഇൻവെസ്റ്റ്മെന്റ്. ക്രെഡിറ്റ് സൈഡിൽ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, റിസർവ് ഫണ്ട് എഴുതില്ല, അത് ക്യാപിറ്റൽ അക്കൗണ്ട് ഡിവൈഡ് ചെയ്യണം.
പ്രൊവിഷൻ നമുക്കൊരു ലൈബിലിറ്റിയാണ് ക്രെഡിറ്റിൽ എഴുതുക കേട്ടോ. ഈ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ടും പ്രൊവിഷനും വന്നാൽ അത് വെറുതെ എഴുതിയാൽ മാത്രം മതി, അത് പെയ്ഡ് ഓഫ് ചെയ്യണ്ട. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ കേസ് കാണിച്ച് പെയ്ഡ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യണം, ഇല്ലെങ്കിൽ ചെയ്യാൻ വേണ്ട കേട്ടോ. അഡ്ജസ്റ്റ്മെന്റിലേക്ക് നോക്കാം. ഡെറ്റേഴ്സ് റിയലൈസ്ഡ് 90% ഓഫ് ദ ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂവിനേക്കാൾ 90% വാല്യൂവിന് ഡെറ്റേഴ്സ് റിയലൈസ് ചെയ്തു. അപ്പൊ ഡെറ്റർ എത്ര ക്വസ്റ്റിൽ 20,000 അല്ലേ? അപ്പൊ 20,000ന്റെ 90% 18,000 രൂപ അല്ലെ? അത് ക്യാഷ് എന്ന് പറഞ്ഞ എഴുതാ 18,000. 90% റിയലൈസ് ചെയ്തു. ടിക്കറ്റ് കൊടുക്കുക. സെറ്റാണ് കേസ് കാണിച്ച്. ഈ ഡിസ്കൗണ്ടാ പറഞ്ഞാൽ കുറച്ചിട്ട് എഴുതണ്ട കേട്ടോ. ഒരു 90% റിയലൈസ് ചെയ്തെന്ന് പറഞ്ഞേക്കണേ. അപ്പൊ 90% എത്രയാണോ കിട്ടിയത് അടുത്ത് എഴുതിയാൽ മതി. പക്ഷെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞെങ്കിലോ ആ ശതമാനം ചെയ്തിട്ട് അതിന് കുറച്ചിട്ട് എഴുതണം. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ കേസ് കാണിച്ച്. അഭിനന്ദേ കഴിച്ചതാ. അബി ടുക്ക് ഓവർ ഫർണിച്ചർ 22,000. ഫർണിച്ചർ അബി ഏറ്റെടുത്തു. അപ്പോ അബീസ് ക്യാപിറ്റൽ എത്ര രൂപയ്ക്ക് ഏറ്റെടുത്തത്? 22,000 രൂപയ്ക്ക്. ഏതെങ്കിലും പാർട്ണർ ഏറ്റെടുത്ത ആളുടെ ക്യാപിറ്റൽ എന്ന് പറയുക. അടുത്ത ക്രെഡിറ്റേഴ്സ് വെർ പെയ്ഡ് 17,000 ഇൻ ഫുൾ സെറ്റിൽമെന്റ് ആൻഡ് സ്റ്റോക്ക് റിയലൈസ്ഡ് 10% ലെസ് ദ ബുക്ക് വാല്യൂ. ക്രെഡിറ്റേഴ്സ് നമ്മൾ 17,000 രൂപയ്ക്ക് ഫുൾ സെറ്റിൽ ചെയ്തു. ക്രെഡിറ്റേഴ്സ് എത്രയാ? 20,000 അല്ലേ? ആ ടിക്കറ്റ് അത് ഡെബിറ്റ് സൈഡിൽ ചെയ്ത ക്യാഷ് എത്രയാ? 17,000. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും സെറ്റ്. ഇനി സ്റ്റോക്ക് നമ്മൾ റിയലൈസ് ചെയ്തത് 10% ബുക്ക് വാല്യൂവിനേക്കാൾ കുറവ്. അപ്പോൾ സ്റ്റോക്ക് 22,000 ആണ്. അപ്പൊ 22,000ന്റെ 10% 2,200 വരും. അപ്പൊ 22,000 എന്ത് ചെയ്യണം? 2,200 കുറയ്ക്കണം. ലെസ് എന്നല്ലേ പറഞ്ഞേ. അപ്പൊ 19,800 വരും. അത് അസറ്റ് ആയതുകൊണ്ട് ഇപ്പുറത്ത് ചെയ്താൽ 19,800. സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ട്, ഒരു 1000 രൂപ. റിയലൈസേഷൻ എക്സ്പെൻസ് പക്ഷെ അടച്ചത് ആരാ? പ്രണവ് എന്ന് പറയുന്ന പാർട്ണറാണ്. അപ്പൊ പ്രണവ്സ് ക്യാപിറ്റൽ. അപ്പൊ റിയലൈസേഷൻ എക്സ്പെൻസ് സാധാരണ ക്യാഷ് നല്ല ചെയ്താറ്. പ്രണവ് ഏറ്റെടുത്ത കാരണം പ്രണവ്സ് ക്യാപിറ്റൽ എത്ര രൂപ? 1000 രൂപ. മക്കളുടെ മെഷീനറിനെ കുറിച്ചോ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒറിജിനൽ വാല്യൂ റിയലൈസ് ടിക്കറ്റ് കൊടുക്കുക. നേരെ നിങ്ങളുടെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഈ 40,000 എടുത്ത് എഴുതുക. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ടിക്കറ്റ് കൊടുക്കുക. നേരെ നിങ്ങൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? 30,000 എടുത്ത് എഴുതുക. ഇനി ലൈബ്രറി വല്ലതും എടുക്കാനുണ്ട്. ബിൽസ് പേയബിൾ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പൊ നിങ്ങൾ നേരെ ഇപ്പുറത്ത് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഈ 30,000 എടുത്ത് എഴുതുക. പിന്നെ ഈ 2 ലൈബ്രറി എടുക്കണ്ട, വെറുതെ ഒരു വട്ടം മാത്രം എഴുതിയാൽ മതി. ജസ്റ്റ് കഴിഞ്ഞു. ബാലൻസ് ചെയ്യാം. ഇത്ര എഴുതണം 6 മാർക്ക് ചോദിക്കാം കേട്ടോ. കുറെ ഐറ്റംസ് ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കുന്ന 6 മാർക്കിന് ചോദിക്കാം. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ്. ഇവിടെ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ചോദിച്ചോളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. എസ് എ ക്വസ്റ്റൻ ചോദിച്ചാണ്. 8 മാർക്കിനാണ് അന്ന് ചോദിച്ചത്. നിങ്ങൾക്ക് 6 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഇത് കൃഷ്ണ മോനെ ചോദിച്ചോടാ. ചോദിച്ചോ. ആ കൗശികേ, സോറി. ആ പാർട്ട്ണറുടെ ലോൺ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ അത് എവിടെ എഴുതണ്ട, ലാസ്റ്റ് ക്യാഷ് അക്കൗണ്ടിൽ എഴുതിയാൽ മതി. ആ ക്രെഡിറ്റ് സൈഡിൽ. പാർട്ട്ണർ ഒരു മാൻ ആണെങ്കിൽ, ഒരു മെൻ ആണെങ്കിൽ പാർട്ട്ണർ ഒരു മെൻ ആണെങ്കിൽ ആളുടെ ഭാര്യയുടെ കയ്യിൽ നിന്നെടുത്ത ലോൺ ഒരു ഔട്ട്സൈഡ് ലയബിലിറ്റി ആണ്. അപ്പൊ സാധാരണ ഭാര്യയുടെ ലോൺ നമ്മൾ ഇവിടെ എടുത്ത് എഴുതിയിട്ട് അത് പെയ്ഡ് ഓഫ് ചെയ്യണം, സാധാരണ ലയബിലിറ്റി പോലെ. ഓക്കെ. ഇനി പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ലേഡി ആണെങ്കിലോ, അപ്പൊ ഭർത്താവിന്റെ ലോൺ ആയിരിക്കും എന്ത് വരിക? ഒരു സാധാരണ ലയബിലിറ്റി ആയിട്ട് വരിക. ഓക്കെ അല്ലേ? ആ ബാങ്ക് അക്കൗണ്ടിൽ എഴുതണ്ട. അത് ഒരു സാധാരണ നോർമൽ ലയബിലിറ്റി അല്ല. അപ്പൊ വേറെ എവിടെയും വരില്ല. സാധാരണ ലയബിലിറ്റി കാണിക്കുന്ന പോലെ തന്നെ കാണിച്ചാൽ മതി കേട്ടോ. ശ്രീലക്ഷ്മി, ഡിസ്കൗണ്ട് വന്നാൽ ഡിസ്കൗണ്ട് കണ്ടുപിടിച്ചിട്ട് കുറച്ചിട്ട് എഴുതണം കേട്ടോ. ശ്രീലക്ഷ്മി എല്ലാവർക്കും വേണ്ടിയിട്ടാണേ. ഡിസ്കൗണ്ട് പറഞ്ഞിട്ട് 10% റിയലൈസ്ഡ് അറ്റ് 10% ലെസ് ദ ബുക്ക് വാല്യൂ. ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലെസ്സിന് വേണം ഡിസ്കൗണ്ട് എന്ന് പറയാം. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാലും ആ ശതമാനം കണ്ടുപിടിച്ചിട്ട് കുറച്ചിട്ട് വേണം എഴുതാനായിട്ട് കേട്ടോ. ഓക്കെ. ശരൺ ചോദിച്ചോ. ആ അത് ഡെബിറ്റിൽ മാത്രമേ ചെയ്തുള്ളൂ റിയലൈസേഷൻ എക്സ്പെൻസ്. അത് വെറുതെ റിയലൈസേഷൻ എക്സ്പെൻസ് അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ എക്സ്പെൻസ് തന്നാൽ വെറുതെ ക്യാഷ് എന്നോ ബാങ്ക് എന്നോ പറയുക. ആരെങ്കിലും ഏറ്റെടുത്താൽ ആളുടെ ക്യാപിറ്റൽ. ഇവിടെ പ്രണവ് ഏറ്റെടുത്തുകൊണ്ടാണ് പ്രണവ്സ് ക്യാപിറ്റൽ എഴുതിയത്. ഓക്കെ സെറ്റ്. ക്യാപിറ്റൽ അക്കൗണ്ട് അല്ല,
ക്യാപിറ്റൽ അക്കൗണ്ടിലല്ല എഴുതുക, ലാസ്റ്റ് അക്കൗണ്ടില്, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടില്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതരുത് കേട്ടോ. ഓക്കെ ആഷിക്ക് ചോദിച്ചോ. ശ്രീലക്ഷ്മി ഡൗട്ട് ക്ലിയർ ചെയ്തരാം. 1 സെക്കൻഡ് ആഷിക്ക്. 90% ഓഫ് ദ ബുക്ക് വാല്യൂ എന്ന് വെറുതെ പറഞ്ഞു. റിയലൈസ്ഡ് 90% ബുക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് എന്നല്ല അർത്ഥം. 90% ബുക്ക് വാല്യൂവിനേക്കാൾ 90% വിറ്റു എന്നർത്ഥം. അപ്പൊ വെറുതെ 90% കണ്ടിട്ട് എഴുതിയാൽ മതി. എഴുതിയാൽ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ മാത്രം കുറച്ചാൽ മതി. ഡിസ്കൗണ്ട് എന്ന് ലെസ് എന്ന് പറയുമ്പോൾ മാത്രം കുറച്ചാൽ മതി കേട്ടോ. ആഷിക്ക് ചോദിച്ചു. ആ അത് എഴുതില്ല. ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ നമുക്ക് എന്ത് ചെയ്യാൻ ലോസ് ആയിട്ട് ചിലപ്പോൾ വരാം. ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ചേഞ്ച്, ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, നമ്മളൊരു ലാൻഡ് വാങ്ങിയിടുകയോ അല്ലെങ്കിൽ ഷെയർ വാങ്ങിയിടുകയോ ചെയ്തു കമ്പനി. പക്ഷെ ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞു. അപ്പൊ അതിന്റെ മാർക്കറ്റ് വാല്യൂ ഇടിയുമ്പോൾ കമ്പനിക്ക് നഷ്ടം വരില്ലേ? ആ നഷ്ടം നികത്താൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന പൈസയാണ് ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ പെയ്ഡ് ഓഫ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ പ്രൊവിഡന്റ് ഫണ്ട് അങ്ങനെയല്ല. പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എംപ്ലോയിയിൽ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്നതാണ് പ്രൊവിഡന്റ് ഫണ്ട്. അപ്പൊ കമ്പനി അടച്ചു കൂട്ടുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? ആ പ്രൊവിഡന്റ് ഫണ്ട് കൊടുക്കണം പാർട്ട്ണറിന്. അതുകൊണ്ടാണ് പ്രൊവിഡന്റ് ഫണ്ട് മാത്രം പെയ്ഡ് ഓഫ് ചെയ്യാൻ പറയണേ. മനസ്സിലായ കോൺസെപ്റ്റ്? ക്ലിയർ ആയില്ലേ? സെറ്റ്. നവ്യ ചോദിച്ചോടാ. ആ സോറി, അസറ്റ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ അസറ്റ് എടുത്ത് എഴുതുന്നതിനല്ല, അസറ്റ് റിയലൈസ് ചെയ്യുന്നതിനെയാണ് പറയുക. മനസ്സിലായോ? അസറ്റ് വന്ന കാര്യം എടുത്ത് അസറ്റിൽ പെറുക്കി ഡെബിറ്റിലോട്ട് എഴുതി അല്ലെങ്കിൽ അസറ്റുകൾ എടുത്ത് എഴുതി എന്ന് പറയുമ്പോഴാണ് അതിന് എൻട്രി റിയലൈസേഷൻ അക്കൗണ്ടിട്ട് അസറ്റ് വരും. റിയലൈസ് ചെയ്ത് പറയുമ്പോൾ ഇപ്പറല്ലേ വരും. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ആയിട്ട് റിയലൈസേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഫൈസ ചോദിച്ചോ. ഒരു വട്ടം മാത്രം കൊടുക്കും. വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട്, ജോയിന്റ് ലൈഫ് പോളിസി ഫണ്ട് കിട്ടിയില്ലേ? ഓക്കെ. അഫ്ഷാൻ മോനെ, അഫ്ഷാനെ ചോദിച്ചോടാ. അതിനകത്ത് യൂട്യൂബിൽ ഉണ്ട്, അവിടെ പബ്ലിക് ആണ്. ഇന്ന് കിട്ടും നിനക്ക്. കഴിഞ്ഞ ഇന്നലത്തെ കണ്ടിരുന്നോ? അപ്പൊ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് കിടക്കണ്ടാവും കേട്ടോ. 8:30 തൊട്ട് താഴെ കേട്ടോ, കണ്ടോളൂ. ശ്രീജിത്ത് ചോദിച്ച മോനെ. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ നിന്ന് പഠിച്ച ശ്രീജിത്ത് നാളെ പ്ലസ് വാങ്ങും പറഞ്ഞോ. ഏതാ? ഡെറ്റേഴ്സ് റിയലൈസ്ഡ് 90% ഓഫ് ദ ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂവിനേക്കാൾ 90% വാല്യൂവിനാണ് ഡെറ്റർ വിറ്റ് തീർത്തത്. ഇപ്പൊ ഡെറ്റർ 20,000 അല്ലടാ, പ്രൊവിഷന് മുമ്പ് ഡെറ്റർ എടുക്കണം 20,000 അല്ലടാ. അപ്പൊ അതിന് 90% പറയുമ്പോൾ 20,000 × 90/100 18,000 കിട്ടും. ആ 18,000 ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. ക്യാഷ്. സെറ്റാണോ? ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോഴാണ് കുറച്ചിട്ട് എഴുതേണ്ടത് കേട്ടോ. ഇവിടെ വെറുതെ പെർസെന്റേജ് എന്ന് പറഞ്ഞിട്ട് റിയലൈസ് ചെയ്യുന്നില്ല. അപ്പൊ പെർസെന്റേജ് മാത്രം കണ്ടാൽ മതി കേട്ടോ മോനെ. ശ്രീജിത്തെ കുറയ്ക്കണം. അതന്നെ. ഇപ്പൊ ലെസ് എന്ന് ഇവിടെ പറയാം കണ്ടോ. നോക്കി, സ്റ്റോക്ക് റിയലൈസ്ഡ് അറ്റ് 10% ലെസ് ദ ബുക്ക് വാല്യൂ. അപ്പൊ 10% കണ്ടുപിടിച്ചിട്ട് സ്റ്റോക്കിന്റെ 22,000 അത് കുറച്ചിട്ട് വേണം ക്യാഷിന് എഴുതാൻ. ഓക്കെ ആണോ? ആ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോഴും കുറച്ചിട്ട് എഴുതണം കേട്ടോ ശ്രീജിത്തെ. വെറുതെ ഇങ്ങനെ പെർസെന്റേജ് റിയലൈസ് എന്ന് പറഞ്ഞാൽ അത് മാത്രം കണ്ടാൽ മതി. വെറുതെ എടുത്തേക്കാം കേട്ടോ. ഓക്കെ. ആരാണ് അടുത്ത ആള്? ജിൻസി ചോദിച്ചു. ജിൻസി വാല്യൂലെസ്. സോറി, വാല്യൂലെസ് എന്നല്ലേ മക്കളെ? ഇവിടെ മെഷീനറി ഹാവ് നോ വാല്യൂലെസ് അല്ലെങ്കിൽ വാല്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ മെഷീനറിക്ക് ഇവിടെ വാല്യൂ ഇല്ലെന്ന് പറഞ്ഞാൽ മെഷീനറി പിന്നെ നിങ്ങൾ ഇവിടെ എടുത്ത് 40,000 രൂപയ്ക്ക് ഇവിടെ ബുക്ക് വാല്യൂ എഴുതണ്ട. അത്യാ മെഷീനറിക്ക് ഇപ്പൊ വാല്യൂ ഇല്ലല്ലോ, അപ്പൊ പിന്നെ വിൽക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ എഴുതണ്ട. അത് ബുക്ക് വാല്യൂല് വെറുതെ എടുത്ത് ക്യാഷ് എന്ന് എഴുതേണ്ട കാര്യമില്ല. ഓക്കെ. അല്ലെങ്കിൽ വിസി കാണിച്ചെല്ലാവരും. ഒരു അസറ്റിന് വാല്യൂ ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അസറ്റ് നമുക്ക് ബുക്ക് വാല്യൂന് അഡ്ജസ്റ്റ്മെന്റിൽ ഇന്ന എമൗണ്ടിൽ വിറ്റു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഈ വാല്യൂ എടുത്ത് എഴുതണ്ട. ഇപ്പൊ 40,000 എടുത്ത് എഴുതിയില്ലേ? പക്ഷെ അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട് മെഷീനറി ഹാവ് നോ വാല്യൂ. മെഷീനറിക്ക് വാല്യൂ ഇല്ല. മെഷീനറിക്ക് വാല്യൂ ഇല്ലെങ്കിൽ പിന്നെ വിറ്റാൽ നമുക്കൊന്നും കിട്ടൂലല്ലോ. അപ്പൊ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞാൽ എഴുതേണ്ട കാര്യമില്ല. ഓക്കെ ആണെങ്കിൽ എനർജറ്റിക് ആയിട്ട് വിസി കാണിച്ചേ. സെറ്റ്. ഡൗട്ടില്ല. ഓക്കെ എടാ. അൻസിൽ റഹ്മാനെ ഓക്കെ അല്ലേ മോനെ? അൻസിൽ മുകളിലേക്ക് നോക്കിയിരിക്കണം.
യെസ്, അപ്പൊ ആർക്ക് ഡൗട്ട് ഇല്ലെന്നൊക്കെ നമുക്ക് ഇനി ജേണൽ എൻട്രിയിലോട്ട് പോയാലോ? ജേണൽ എൻട്രിയിലോട്ട് പോവാം. റെഡി ആണോ എല്ലാവരും? യെസ്, ജേണൽ എൻട്രിയിലോട്ട് പോവാം. അപ്പൊ ഇത് 6 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഇത് കൃഷ്ണ ഓക്കെ അല്ലടാ? മക്കളെ അറിയാവുന്ന അത്രയും ചെയ്ത് വെക്കണം കേട്ടോ, ദയവ് ചെയ്തിട്ട്. 6 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ചെയ്യുക. യെസ്, കൃഷ്ണവേണിക്ക് ഇപ്പൊ ഓക്കെ ആണോ? റിയലൈസേഷൻ അക്കൗണ്ട് ഓക്കെ. സാറ് ജേണൽ എൻട്രി കാണിച്ചു. റീവാലുവേഷന് ജേണൽ എൻട്രി വരാട്ടോ മക്കളെ. അപ്പോൾ അതുപോലെ തന്നെ ന്യൂ റേഷ്യോ കാണാനില്ലേ അഡ്മിഷനിൽ? ABCR പാർട്ട്നേഴ്സ് ബീൻ അഡ്മിറ്റ് ചെയ്തെങ്കിൽ ന്യൂ റേഷ്യോ എത്ര? നമ്മൾ കഴിഞ്ഞ ദിവസം 10% ചെയ്തില്ലേ? അപ്പൊ അതുപോലെ അതും ചെയ്ത് പഠിക്കണം കേട്ടോ. റിയലൈസേഷൻ എക്സ്പെൻസ് പെയ്ഡ്. റിയലൈസേഷൻ എക്സ്പെൻസ് എവിടെ കാണിക്കുക? റിയലൈസേഷൻ അക്കൗണ്ട് ഏത് സൈഡിലാണ് കാണിക്കുക? സാർ ഒരാൾ വിളിച്ച്. റിയലൈസേഷൻ എക്സ്പെൻസ് എവിടെ കാണിക്കുക? അശ്വിനി എവിടെ കാണിക്കുക റിയലൈസേഷൻ എക്സ്പെൻസ്? റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞ കാണിക്കും അല്ലേ? അപ്പൊ ജേണൽ എൻട്രിയിൽ എന്താ വരിക? ജേണൽ എൻട്രി ഡെബിറ്റിൽ ക്യാഷ് വരുമ്പോൾ ജേണൽ എൻട്രിയിൽ എന്താവും? റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷോ അല്ലെങ്കിൽ ടു ബാങ്കോ. വെരി ഗുഡ്. AFS പഠിച്ചു കഴിഞ്ഞാൽ അശ്വിനി? ഓക്കെ. അപ്പൊ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഔട്ടോ. അടുത്ത ഇൻവെസ്റ്റ്മെന്റ് നോട്ട് റെക്കോർഡ് ഇൻ ദ ബുക്സ്. റിയലൈസ്ഡ് ₹2000. അൺറെക്കോർഡ് അസറ്റ് വിറ്റു മക്കളെ. ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്തൊരു അസറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്ത അസറ്റ് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഡെബിറ്റിലേക്ക് എടുത്ത് എഴുതേണ്ട കാര്യമില്ല. പക്ഷെ അത് റിയലൈസ് ചെയ്യുന്നു പറയുന്നത്. റിയലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതണ്ടേ? ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതും അല്ലേ? അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞില്ല എഴുതാം ക്രെഡിറ്റില് അല്ലേ? അപ്പൊ ജേണൽ എൻട്രിയിൽ എന്താവും? അത് ഡെബിറ്റ് ആവും. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ഓക്കെ ആണ് കാണിച്ച്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ഓക്കെ അല്ലേ? അപ്പൊ അൺറെക്കോർഡ് അസറ്റ് വന്നാലും നിങ്ങൾ റിയലൈസ് ചെയ്യണം കേട്ടോ. ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്ത പുതിയൊരു അസറ്റ് അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞാലും നിങ്ങൾ അത് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ എടുത്ത് ക്യാഷ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് നോക്കി. ക്രെഡിറ്റേഴ്സ് ഫോർ ₹10,000 എഗ്രി ടു ആക്സെപ്റ്റ് അറ്റ് 5% ഡിസ്കൗണ്ട്. കണ്ടോ? ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള പൈസ 5% ഡിസ്കൗണ്ടിന് കൊടുത്തു. അപ്പൊ 10,000 ഇൻറ്റു 5/100 ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 500 അല്ലേ മക്കളെ? 500 ചോദിച്ച് കാണിച്ച്. 5/100. യെസ്. അപ്പൊ 500 കുറയ്ക്കാം. അപ്പൊ 9,500 വരും. അപ്പൊ എന്താ എൻട്രി വരിക? ഡെബിറ്റിലല്ലേ ലൈബിലിറ്റി കൊടുക്കുമ്പോൾ. അപ്പൊ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 9,500 എഴുതാം. ഓക്കെ ആണ് കഴിച്ച് കാണിച്ച്. മക്കളെ എൻട്രി ചെയ്തുമ്പോൾ എമൗണ്ട് കൂടി എഴുതണം കേട്ടോ, തെറ്റിക്കരുത്. എൻട്രി മാത്രം എഴുതിയാൽ പോരാ, എമൗണ്ടും കൂടി എഴുതണം. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച്. യെസ്. അപ്പൊ 5% ഡിസ്കൗണ്ട് അല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത് ശ്രീജിത്തെ? ക്ലിയർ ആയില്ലേ ശ്രീജിത്തെ? 5% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 5% കണ്ടുപിടിച്ചിട്ട് കുറയ്ക്കണം 10,000 കേട്ടോ. അപ്പൊ 9,500 വരും. ക്ലിയർ ആണോ ശ്രീജിത്തെ? ക്ലിയർ ആണ് കഴിച്ച്. അടുത്ത ലോസ് ഓൺ റിയലൈസേഷൻ ഉണ്ട്. അപ്പൊ റിയലൈസേഷൻ അക്കൗണ്ട് വരച്ചപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ ലോസ് വന്നു. അപ്പൊ ലോസ് ക്രെഡിറ്റിലല്ലേ വരിക? അപ്പൊ ലോസ് വന്നാലും പ്രോഫിറ്റ് വന്നാലും നമ്മൾ ആർക്ക് വീതിച്ചു കൊടുക്കും? പാർട്ട്ണറിന് വീതിച്ചു കൊടുക്കും. അപ്പൊ ലോസ് നമ്മൾ ക്രെഡിറ്റിലാണ് വരിക അല്ലെ? അപ്പോ പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അല്ലേ പോവുക? ലോസ് വന്നാലും പ്രോഫിറ്റ് വന്നാലും. അപ്പൊ എൻട്രിയിൽ എന്ത് വരും? ക്രെഡിറ്റിൽ വന്നേക്കണ ലോസ് ഡെബിറ്റ് ആവും. അപ്പൊ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ഓക്കെ ആണെങ്കിൽ കാണിച്ചേ. പ്രോഫിറ്റ് വന്നാലും ലോസ് വന്നാലും അത് പാർട്ട്ണറിലല്ലേ ഡിവൈഡ് ചെയ്യുക അല്ലേ? പ്രോഫിറ്റ് വന്നാൽ ഡെബിറ്റിൽ കൊടുക്കും, ലോസ് വന്നാൽ ക്രെഡിറ്റിൽ കൊടുക്കും. ശരിയല്ലേ? അപ്പൊ ലോസ് ക്രെഡിറ്റിലല്ലേ പാർട്ട്ണർ ക്യാപിറ്റൽ? അപ്പൊ എൻട്രിയിൽ വരുമ്പോൾ ഡെബിറ്റ് ആവും. അപ്പൊ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ഓക്കെ ആണ് കഴിച്ച് കാണിച്ച ആൻസിറ്റ. ആൻസിറ്റ കണ്ണറിഞ്ഞു പോകുന്നുണ്ടെന്ന് തോന്നുന്നു, ഉറക്കം വരുന്നുണ്ട്. അത് റേഞ്ച് പോയതാണ്. ഓക്കെ. അടുത്ത നോക്കി. Pass journal entries in the following cases in connection with the dissolution of a firm. C, a partner agrees to discharge bank loan. ബാങ്ക് ലോൺ സി അടയ്ക്കാമെന്ന് പറഞ്ഞു. ബാങ്ക് ലോൺ ഒരു ലയബിലിറ്റി ആണ്. അപ്പൊ നമ്മൾ ക്രെഡിറ്റിലാണ് എഴുതുക. അത് സി അടയ്ക്കാമെന്ന് പറയുമ്പോൾ ഡെബിറ്റിൽ സീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞില്ല എഴുതാം അല്ലേ? ടി ആർ വിളിച്ചാറ്. ബാങ്ക് ലോൺ നമ്മൾ ഡെബിറ്റിൽ ബാങ്ക് ലോൺ ആരടച്ചു? സി അടച്ചു. അപ്പൊ എന്താ എൻട്രി വരിക? ജേണൽ എൻട്രി എന്താ വരാ? അഭിഷേക് ടി ആർ എന്താ ജേണൽ എൻട്രി വരിക? യെസ്, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സീസ് ക്യാപിറ്റൽ. സീസ് ക്യാപിറ്റൽ ഡെബിറ്റിലാണ് വരിക. അപ്പൊ എൻട്രിയിലാവുമ്പോൾ ക്രെഡിറ്റ്. അടുത്ത തവണ നീ പറഞ്ഞോ. ബി എസ് എ പാർട്ട്ണർ പെയ്ഡ് ദ റിയലൈസേഷൻ എക്സ്പെൻസസ് എമൗണ്ട് ₹4,500 അല്ലെ? 4,500 രൂപ നമുക്ക് റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ട്. അത് ബി അടച്ചു. ബി ഒരു പാർട്ട്ണർ ആണ്. അപ്പൊ എന്താ എൻട്രി വരിക? ബീസ് ക്യാപിറ്റൽ. വെരി ഗുഡ്, മിടുക്കൻ. അപ്പൊ റിയലൈസേഷൻ എക്സ്പെൻസ് ഡെബിറ്റിലല്ലേ മക്കളെ വരിക? അപ്പൊ സാധാരണ ക്യാഷിനാണ് എഴുതുക, പക്ഷെ ഇത് ബി അല്ലേ അടച്ചത്? അപ്പൊ ബീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞല്ലേ എഴുതാം. അപ്പൊ എൻട്രിയിൽ വരുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഫൈസ ചോദിച്ചോളൂ. ഫൈസ. അത് എത്ര എമൗണ്ടിന്റെ അസറ്റ് ആണ് എടുത്തത്? ആ എമൗണ്ട് എന്ത് ചെയ്യണ്ട? രണ്ട് സൈഡിൽ എഴുതണ്ട.
ടാലി ആയി പൊക്കോളും, ക്യാൻസൽ ആയി പൊക്കോളും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10,000 റുപ്പീസ് ക്രെഡിറ്ററിന് കൊടുക്കാനുണ്ട്. ആ 10,000 റുപ്പീസിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഒരു 8,000 റുപ്പീസിന് സ്റ്റോക്ക് കൊടുത്ത് ഒതുക്കി. ഓക്കെ അല്ലേ? 8,000 റുപ്പീസിന് സ്റ്റോക്ക് കൊടുക്കും. അപ്പോൾ നമ്മൾ സാധാരണ സ്റ്റോക്ക് നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലല്ലേ ക്യാഷ് നമ്പർ ചെയ്താൽ 8,000 എഴുതും നമ്മൾ അല്ലേ. ഇപ്പുറത്ത് നമുക്ക് ക്യാഷ് നമ്പർ ക്രെഡിറ്റിന് കൊടുക്കാനുള്ള 10,000 കൊടുത്തില്ലേ? അപ്പോൾ ഈ സിറ്റുവേഷനിൽ 10,000 കൊടുത്തു, പക്ഷേ 8,000 രൂപയാണ് കൊടുത്തത് ശരിക്കും അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ സ്റ്റോക്ക് നമ്മൾ റിയലൈസ് ചെയ്തായിട്ടും കാണിക്കണ്ട, ക്രെഡിറ്റർ കൊടുത്തായിട്ടും കാണിക്കണ്ട. അങ്ങനെ കാണിച്ചാലും കറക്റ്റ് ആയിരിക്കും ആൻസർ വരിക. കാരണം അത് രണ്ട് സൈഡിലും വരില്ല. അസെറ്റ് പോവുകയും ചെയ്തു, കൊടുക്കാനുള്ള ലൈബിലിറ്റി കൊടുക്കുകയും ചെയ്തു 8,000 റുപ്പീസിന്. കത്തിയാ? ക്ലിയർ ആയോ? അപ്പൊ രണ്ട് സൈഡും അത് കേട്ടില്ലടാ. അൺറെക്കോർഡ് അസറ്റ് ആണ് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് അൺറെക്കോർഡ് അസറ്റിന്റെ വാല്യൂ എഴുതണം. ഓക്കെ ആണോ? ഇനി ഡെബിറ്റ് സൈഡിൽ റിയലൈസ് ചെയ്യുന്ന പോലെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനുള്ള ക്രെഡിറ്റർ എത്രയാണോ കൊടുത്തത്, ഈ എമൗണ്ട് എത്രയാണോ കൊടുത്തത് അതും എഴുതണം. ഓക്കെ ആണോ? സെറ്റാണോ? സെറ്റ്. അവിടെയും കറക്റ്റ് ആയിട്ട് അത് ക്യാൻസൽ ആയി പൊക്കോളും, എഴുതിയില്ലെങ്കിലും കറക്റ്റ് തന്നെയാണ് കേട്ടോ പൈസ. കാരണം രണ്ടും ഒരേ എമൗണ്ട് അല്ലേ. അപ്പൊ രണ്ടും ഒരേ എമൗണ്ട് ടാലി ആയി പോവില്ലേ, ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. യെസ്, ആഷക്കെ ചോദിച്ചോടാ. ആ ക്ലോസിങ് അതാണല്ലേ നവ്യ ചോദിച്ചതിന്റെ അടുത്ത്. നവ്യനെ വിളിച്ചേ. ഓക്കെ അസറ്റ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലെ അസറ്റുകളൊക്കെ എടുത്ത് ഡെബിറ്റിൽ എഴുതി നടത്തും. മനസ്സിലായോ? ഫർണിച്ചർ, വിഷനറി, അപ്പൊ അത് ക്ലോസ് ചെയ്തു. അപ്പൊ ഡെബിറ്റിലല്ലേ വരണേ. അപ്പൊ എൻട്രിയിൽ വരുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ആയിട്ട് അസറ്റ് അക്കൗണ്ട്. ഓക്കെ ആണോ? യെസ്. ഇനി ലൈബിലിറ്റി ക്ലോസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെയുള്ള ലൈബിലിറ്റി ഇങ്ങോട്ട് എടുത്ത് എഴുതിയില്ലേ. അപ്പൊ ലൈബിലിറ്റി ക്രെഡിറ്റിലല്ലേ വരണേ. അപ്പോൾ അത് ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ലൈബിലിറ്റീസ് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ. ഓക്കെ ആണോ? ഇപ്പൊ ക്ലിയർ ആയോ നവ്യ? ഓക്കെ. കൗശിക് ചോദിച്ചു. കൗശിക് കേൾക്കാം. റിയലൈസേഷൻ എക്സ്പെൻസ് ആണ് കേട്ടോ. ബി എന്ന് പറയുന്ന പാർട്ട്ണർ റിയലൈസ് ഇതാണോ, ഇൻവെസ്റ്റ്മെന്റ് ആണോ? ഇൻവെസ്റ്റ്മെന്റ് നോട്ട് റെക്കോർഡ് ഇൻ ദ ബുക്സ് റിയലൈസ്ഡ് ₹2,000. അപ്പോൾ ബുക്കിൽ ഇല്ലാത്ത ഒരു അസറ്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ്. ആ ഇൻവെസ്റ്റ്മെന്റ് 2,000 രൂപയ്ക്ക് റിയലൈസ് ചെയ്തു. അപ്പൊ അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ കാണിക്കുക ക്രെഡിറ്റ് സൈഡിൽ സാധാരണ കാണിക്കുന്ന പോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് നല്ല എഴുതുക. അപ്പൊ എൻട്രിയിൽ വരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് എത്ര ടു റിയലൈസേഷൻ. ഒരു ക്വസ്റ്റ്യൻ കൂടി കാണിച്ചു തരാം. സാറേ കാണിച്ചു. അവിടെ മോഡൽ എക്സാമിന് ചോദിച്ചാണ്. അതിന് ശേഷം ഞാൻ ഡിസൊല്യൂഷനിൽ നിന്ന് വരുന്ന ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം കേട്ടോ. കാണിച്ചു സാറേ ഇല്ലേ? On admission of a new partner, increase in the value of asset is credited to ഏതാണ് ആൻസർ? അഡ്മിഷൻ സമയത്ത് അസറ്റിന്റെ വാല്യൂ കൂടുമ്പോൾ ഏത് അക്കൗണ്ടിൽ കാണിക്കുക? റീവാലുവേഷൻ അക്കൗണ്ടിലാണ് കാണിക്കുക അല്ലെ. പക്ഷെ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ മറ്റൊരു പേര് എന്താണ്? ആൻസർ എന്താ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? കാണിച്ച്. ഏതാണ് ആൻസർ വരിക? ഏതാണ് ആൻസർ? സ്ക്രീനിൽ കാണിക്കുക എല്ലാവരും. ഏഞ്ചലേ ഏതാണ്? റീവാലുവേഷൻ അക്കൗണ്ടിന്റെ മറ്റൊരു പേര് ഏതാണ്? ഏഞ്ചൽ എന്താ കാണിക്കണേ? ഇതിലിങ്ങനെ കാണിക്കുന്നില്ല. ഓക്കെ എന്നാണ് കാണിക്കുന്നത്. അന്ന ഏഞ്ചലേ ആൻസർ കിട്ടിയോടാ? അസറ്റിന്റെ വാല്യൂ കൂടിയാൽ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിലല്ലേ ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ടിന് വേറൊരു പേരും കൂടി ഉണ്ട്. മനസ്സിലായോ? എന്താണെന്നറിയോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ദ റൈറ്റ് ആൻസർ ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഓക്കെ ആണ് കാണിച്ചേ. The debit balance in profit and loss account shown in the balance sheet at the time of retirement of a partner is dash. റിട്ടയർമെന്റ് സമയത്ത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് പറഞ്ഞ എന്താ അർത്ഥം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് പറഞ്ഞ എന്താ അർത്ഥം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്താണ് അർത്ഥം? ആര് പറയും? അർജുനെ, എന്താണ് അർത്ഥം? യെസ്, ഡെബിറ്റ് ബാലൻസ് പറഞ്ഞാൽ ഡെബിറ്റിൽ കൂടുതൽ എന്നർത്ഥം. ഡെബിറ്റിൽ കൂടുതൽ വന്നാൽ ക്രെഡിറ്റിലല്ലേ ബാലൻസ് വരിക. ക്രെഡിറ്റിൽ ബാലൻസ് വന്നാൽ ലോസ് ആണ് അല്ലേ. ദ റൈറ്റ് ആൻസർ ഈസ് അക്യുമുലേറ്റഡ് ലോസ് ആണ് കേട്ടോ. അപ്പൊ ഡെബിറ്റ് ബാലൻസ് പറഞ്ഞാൽ ലോസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് വന്നാൽ എന്താണ്? പ്രോഫിറ്റ് ആണ്.
ഓക്കെ ആണെങ്കിൽ കൈ വീശി കാണിച്ച്. ഓക്കെ ആണെങ്കിൽ കൈ വീശി കാണിച്ച് എല്ലാവരും. സെറ്റ് അല്ലേ? യെസ്, ഇവിടെ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി ഞാൻ ആ ക്വസ്റ്റ്യൻ പറയാം. അതൊരു വേർഡ് പ്രോബ്ലം ആണേ. അതായത് എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആയിരുന്നു. അതിൽ ക്യാഷ് ഇത്രയാണെന്ന് പറഞ്ഞു. ക്യാഷ്, അതായത് ക്യാഷ് ഇൻ ഹാൻഡ് ഇത്രയാണെന്ന് പറഞ്ഞു കേട്ടോ. എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്. എ ബി സി ആൻഡ് പാർട്ട്നേഴ്സ്. അതായത് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 50,000, 40,000, ഒരു 30,000. ക്രെഡിറ്റേഴ്സ് എമൗണ്ടഡ് റുപ്പീസ്, എമൗണ്ടഡ് ടു റുപ്പീസ്, ഒരു 5,000 വേണ്ട, ഒരു 10,000. അസറ്റ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് റുപ്പീസ് ഒരു 10,000. ക്യാഷ് അറ്റ് റുപ്പീസ് 10,000 കുറച്ച് നീക്കാൻ പറ്റുമോ? അസറ്റ് റിയലൈസ്ഡ്, അസറ്റ് റിയലൈസ്ഡ് റുപ്പീസ് ഒരു 1 lakh. പ്രിപ്പയർ റിയലൈസേഷൻ അക്കൗണ്ട്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ മക്കളെ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്. അവിടെ ക്യാപിറ്റൽ 50,000, 40,000, 30,000 ആണ്. ക്രെഡിറ്റേഴ്സ് ഒരു 10,000 രൂപയുണ്ട്. ക്യാഷ് വന്നിട്ടുണ്ട്, ക്യാഷ് ഒരു 10,000 രൂപ. അസറ്റ് റിയലൈസ്ഡ് റുപ്പീസ് 1 lakh. പ്രിപ്പയർ റിയലൈസേഷൻ അക്കൗണ്ട്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത്. ബാലൻസ് ഷീറ്റ് തന്നിട്ടില്ല, അതിന് വരെ സെന്റൻസ് ആക്കിയൊരു ഒരു എസ്സേ പോലെ ഒരു പാരഗ്രാഫ് ആയിട്ട് തോന്നും. എന്ത് ചെയ്യണം അപ്പോൾ? അറിയാമോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തേ. അറിഞ്ഞൂടാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഒരു ബാലൻസ് ഷീറ്റ് ആദ്യം വരയ്ക്കുക. ലയബിലിറ്റീസ്, എമൗണ്ട്, അസറ്റ്, എമൗണ്ട്. നമുക്ക് തന്നിട്ടുള്ള വിവരങ്ങൾ എടുത്ത് എഴുതാം. തന്നിട്ടുള്ള വിവരങ്ങൾ എടുത്ത് എഴുതാം. ക്യാപിറ്റൽ തന്നിട്ടുണ്ട് അല്ലേ? ക്യാപിറ്റൽ എയുടെ എത്രയാ? 50,000. ബി 40,000. സി 30,000. എനി ഡൗട്ട്? ക്ലിയർ? ഫേസ് കാണിച്ച് ക്ലിയർ ആണെങ്കിൽ. ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ക്രെഡിറ്റേഴ്സ് എത്ര എമൗണ്ട്? 10,000. അപ്പോൾ ലയബിലിറ്റി സൈഡിലെ ഫുൾ എമൗണ്ട് നമുക്കറിയാം. അസറ്റ് സൈഡിലെ ക്യാഷ് അറിയാം. എത്ര ക്യാഷ്? 10,000. ഓക്കെ ആണെങ്കിൽ ഫേസ് കാണിച്ച്. ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. 50 + 40 90, 90 30 12 140 ആണെങ്കിൽ ഫേസ് കാണിച്ച്. 140,000 ആണെങ്കിൽ, അല്ല 1,40,000 ആണെങ്കിൽ ഫേസ് കാണിച്ച്. ഈ 1,40,000 എന്ത് ചെയ്യുക? 10,000 കുറയ്ക്കുക. അപ്പോൾ 1,30,000 കിട്ടും. അതാണ് നമ്മുടെ അസറ്റ്. സെൻട്രി അസറ്റ് എന്നോ അല്ലെങ്കിൽ അതർ അസറ്റ് എന്നോ അല്ലെങ്കിൽ അസറ്റ് എന്ന് പറയുക കേട്ടോ. അസറ്റ് ബാലൻസ് ചെയ്ത ഫിഗർ, ബാലൻസ് ചെയ്ത ഫിഗർ. ഓക്കെ ആണെങ്കിൽ ഫേസ് കാണിച്ച്. ഓക്കെ ആണെങ്കിൽ ഫേസ് കാണിച്ച്. യെസ്. ഇനി ഞാൻ റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കാമല്ലോ. ഇനി റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കാമല്ലോ എല്ലാവർക്കും. വരച്ചൂടെ? റിയലൈസേഷൻ അക്കൗണ്ട് എങ്ങനെയാ? എമൗണ്ട്, പർട്ടിക്കുലേഴ്സ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ആദ്യം അസറ്റുകൾ പെറുക്കിയെടുത്ത് എഴുതാം. അസറ്റുകൾ പെറുക്കി ചെയ്താന്ന് പറഞ്ഞാൽ അസറ്റിന്റെ മൊത്തം എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? വേറെ എടുത്ത് എഴുതിയാൽ മതി. അസറ്റ് എത്ര? അസറ്റ് കണ്ടുപിടിച്ചു, 1,30,000. ലയബിലിറ്റി ആകെ ഒരെണ്ണേ ഉള്ളൂ, ക്രെഡിറ്റേഴ്സ് 10,000. അസറ്റ് റിയലൈസ് ചെയ്ത വാല്യൂ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 1 lakh. ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 1 lakh. ലയബിലിറ്റി ക്രെഡിറ്റർ കൊടുത്ത കാര്യം പറഞ്ഞിട്ടില്ല, അപ്പൊ ബുക്ക് വാല്യൂല് കൊടുക്കുക. ക്യാഷ് 10,000. ബാലൻസ് ചെയ്യാം. 1,40,000. 1,10,000 കുറച്ച 30,000 ലോസ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ചെല്ലാവരും. തെറ്റല്ലേ? അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ഒരു കോമൺ സെൻസ് ആണത്. നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം നിങ്ങൾ അസറ്റ് കണ്ടുപിടിക്കണം. ഈ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? അസറ്റ് ഇങ്ങനെ വെച്ചിട്ട് ടോട്ടൽ ഇത് ബാലൻസ് ചെയ്താൽ മതി. ലയബിലിറ്റി കൂട്ടിയിട്ട് ഇത് കുറച്ചാൽ മതി. കൗശിക ഡൗട്ട് ഉണ്ടോ? ശ്രദ്ധിച്ചില്ലേ? പറഞ്ഞുതരാം. എടാ അസറ്റ് ആദ്യം ലയബിലിറ്റി തന്നിട്ടില്ല. സോറി, എയും ബിയും സിന്റെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. എത്ര ക്യാപിറ്റൽസ്? റുപ്പീസ് എത്രയാ? 50,000, 40,000, 30,000. അപ്പൊ ക്യാപിറ്റൽ എഴുതി. എ 50,000, ബി 40,000, സി 30,000. ഓക്കെ ആണോ?
ഇനി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ലൈബിലിറ്റി ഉണ്ട് 10,000. അപ്പോൾ ക്രെഡിറ്റേഴ്സ് 10,000 എഴുതി, സെറ്റ് അല്ലേ? ഇനി ക്യാഷ് ഇൻ ഹാൻഡ് വന്നിട്ടുണ്ട്, അത് ക്യാഷ് ഇൻ ഹാൻഡ് 10,000. ഓക്കെ അല്ലേ? പിന്നെ പറഞ്ഞേക്കണ അസറ്റ് വിറ്റ കാര്യമാണ്. അസറ്റ് എത്രയെന്ന് നമുക്കറിയില്ല, ബുക്ക് വാല്യൂ. അപ്പൊ അത് കാണാനാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കണേ. ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ എന്തായാലും ലയബിലിറ്റീസിന്റെ ടോട്ടൽ നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ ഈ എമൗണ്ടിന് ഇവിടെ വരണ്ടേ, ടാലി ആവണ്ടേ? അപ്പൊ ലയബിലിറ്റീസ് 1,40,000 ആണെങ്കിൽ ഇതും 1,40,000 ആവണം. ക്യാഷ് ഇൻ ഹാൻഡ് മാത്രമല്ലേ അറിയുള്ളൂ. അപ്പൊ ബാക്കി ബാലൻസ് ചെയ്യുക. അപ്പൊ 1,30,000 ബാലൻസിങ് ഫിഗർ അത് അസറ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? ഈ അസറ്റ് ആദ്യം എടുത്ത് ഇവിടെ എഴുതി, ലയബിലിറ്റി ക്രെഡിറ്റ് സൈഡിൽ എഴുതി, അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതി. ഒന്നും പറയാത്തതുകൊണ്ട് ലയബിലിറ്റി ബുക്ക് വാല്യൂയിൽ റിയലൈസ് ചെയ്യുക, ബാലൻസ് ചെയ്യുക. സെറ്റാണോ? യെസ്. ഓക്കെ. ആരാണ്? മേരി ജിൻസി ചോദിച്ചോടാ. മോളെ പറഞ്ഞോടാ. 1,30,000 ആണല്ലേ? 1,30,000 ആണ് ടോട്ടൽ വരുന്നത് കേട്ടോ. 30 കുറയ്ക്കുമ്പോൾ 10 കുറയ്ക്കുമ്പോൾ 1,20,000 വരും. ഇവിടെ 1,20,000. $20,000 അല്ലേ ലോസ് വരുന്നപ്പോ? മക്കളെ ക്ലിയർ അല്ലേ? കോൺസെപ്റ്റ് ക്ലിയർ ആണ്? കേസ് കാണിച്ച എല്ലാവരും സെറ്റാണ്? അവർക്ക് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എവിടെയോ ഞാൻ കണ്ടത് ഓർക്കുന്നു. എപ്പോഴോ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടത് ഓർക്കുന്നു. എനിക്ക് തോന്നുന്നു ഏതൊരു ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ എന്തോ ഉണ്ട്. KGS നായരുടെ ഏതോ ബുക്കിലുണ്ട്. KGS നായരാണോ അതോ PK ലാസറാണോ എന്നറിയില്ല. അപ്പൊ ഇങ്ങനെ സെന്റൻസ് ആക്കി തന്നാൽ റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കാൻ ഇപ്പൊ ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? എനർജറ്റിക് ആയിട്ട് കേസ് കാണിച്ചേ. അപ്പോൾ നാളത്തെ എക്സാം എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക. നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞു, വിന്നേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ മുഖത്തൊന്നും ഒട്ടും സങ്കടമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ടേ, ഒട്ടുമില്ലെന്ന് മനസ്സിലാവുന്നുണ്ട് ഫേസ് കാണുമ്പോൾ. ഓക്കെ. അപ്പോൾ നമ്മൾ 2 വർഷത്തോളം അല്ലേ, നമ്മൾ 2 വർഷത്തോളം അക്കൗണ്ടൻസി പഠിച്ചു, എക്കണോമിക്സ് പഠിപ്പിച്ചു അല്ലേ? റിസൾട്ട് നല്ല അടിപൊളി റിസൾട്ട് ആവട്ടെ. നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ഇൻഫോം ചെയ്യുക. നാളത്തെ എക്സാം കഴിയുമ്പോൾ നിർബന്ധമായിട്ടും, അരുൺ സാർ ഇല്ല, ഇവിടെ നാട്ടിൽ പോയിക്കാണ്, സൺഡേ അല്ലേ ഇന്ന് കേട്ടോ അർജുനെ. അപ്പോൾ നാളത്തെ എക്സാം കഴിയുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ വോയിസ് ഇടുക കേട്ടോ. ടീച്ചർക്ക്, ഷാരു ടീച്ചർക്ക് വോയിസ് ഇടുക. പിന്നെ നിങ്ങൾക്ക് വിന്നേഴ്സിനെ കുറിച്ചുള്ള ഈ 2 വർഷത്തെ ജേർണിയിൽ വിന്നേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾ വോയിസ് ഇടുക കേട്ടോ. കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമല്ലേ? അപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക വോയിസ് ആയിട്ട്. അടിപൊളിയായിട്ട് എക്സാം എഴുതുക. റിസൾട്ട് വരുമ്പോൾ നിർബന്ധമായിട്ടും അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ദൂരെയുള്ളവർക്കും വേണമെങ്കിൽ വരാം, നേരിട്ട് വരാം, ടീച്ചേഴ്സിനെ കാണാനും അതുപോലെ തന്നെ എല്ലാത്തിനും വരാൻ ശ്രമിക്കുക. മാക്സിമം വരിക. അതുപോലെ റിസൾട്ട് അറിയിക്കുക, സന്തോഷം പങ്കുവെക്കുക. എല്ലാവർക്കും എന്തായാലും ഫ്യൂച്ചറിലൊക്കെ നല്ല ഒരു ഡിസിഷൻ ആവട്ടെ. കാരണം +2 കഴിഞ്ഞെടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു ലൈഫിൻ്റെ ആ ഒരു ജേർണിനെ എഫക്റ്റ് ചെയ്യുന്നൊരു ഡിസിഷൻ അല്ലേ? അപ്പോൾ അതുകൊണ്ട് +2 കഴിഞ്ഞിട്ടുള്ള ഡിസിഷൻ, നല്ലൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഏത് കോഴ്സ് അടുത്ത് എടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ പോകണം എന്നൊക്കെയുള്ള ഇത് ഡൗട്ട്സ് വേണമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. അല്ലെങ്കിൽ ഷാരു ടീച്ചറുമായിട്ട് പറഞ്ഞ വോയിസ് അയച്ചിട്ട് രജിസ്റ്റർ സാറിന് അയക്കാൻ പറഞ്ഞാൽ മതി. എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കണമെങ്കിൽ, ഇപ്പോൾ അതെടുത്താൽ എന്ത് കിട്ടും, അല്ലെങ്കിൽ ഇതെടുത്താൽ എന്ത് കിട്ടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാനത് പറഞ്ഞുതരാം. എൻ്റെ ഒരു മാക്സിമം ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ, അത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.